ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ സ്വർണം. അധ്യായം 26. ഗുണ്ടപ്പ. അറിയാതൊരു ശബ്ദം DYSP ശേഷണ്ണയിൽ നിന്നുയർന്നു. സർ. മുൻപിൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കാതെ CI ഗുണ്ടപ്പ പ്രതിവചിച്ചു. അത്തരം അപ്രതീക്ഷിതമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ. റോഡിലും പോലീസ് ജീപ്പിന് ചുറ്റിയും നിറയെ ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പുരുഷാരം. ജീപ്പിൻ്റെ ബോണറ്റിൽ കയറി കുത്തിയിരിക്കുന്ന കുട്ടികൾ. KGF ഇന്നുവരെ കാണാത്ത കാഴ്ച. ഒരു പോലീസുകാരൻ വന്നാൽ പോലും ഭയഭക്തി ബഹുമാനങ്ങളോടെ നിൽക്കുന്ന ജനങ്ങളാണ് ഇവിടെയുണ്ടായിരുന്നത്. പക്ഷേ സകലരും ഇപ്പോൾ മെറ്റൽ കഷ്ണങ്ങളും കയ്യിൽ പിടിച്ച് എറിയാൻ ഓങ്ങി നിൽക്കുകയാണ്. ശേഷണ്ണ തല തിരിച്ച് കാളിച്ചരനെ നോക്കി. ഒന്നും കാണാത്തതുപോലെ അവൻ തിണ്ണയിൽ മാറിയിരുന്നു. മണിക്കുട്ടനും. സാറേ. സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു. കോളർ തങ്കത്തിൻ്റെ മരണത്തിൽ വിശ്വജാലയ്ക്ക് പങ്കൊന്നുമില്ലെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ടും അവളെ കൊണ്ടുപോകണമെന്ന വാശിയാണ് നിങ്ങൾക്കെങ്കിൽ അത് പറ്റത്തില്ല. അതല്ലെങ്കിൽ വനിതാ പോലീസ് വന്ന് ഞങ്ങൾ സ്ത്രീകളെ മൊത്തം അറസ്റ്റ് ചെയ്യണം. ശേഷണ്ണയുടെ മുഖം കല്ലിച്ചു. ദേ, നിങ്ങൾ പോലീസിനെ തടസ്സപ്പെടുത്തിയാലുണ്ടല്ലോ, അതിൻ്റെ ഫലം കടുത്തതായിരിക്കും. സ്ത്രീകൾ ഒന്നിച്ച് ശബ്ദിച്ചു. ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ളവരെ സാറേ ഞങ്ങൾ. അതുകൊണ്ട് പേടിപ്പിക്കല്ലേ. സാധാരണ രീതിയിൽ കാര്യം നടക്കില്ലെന്ന് ശേഷണ്ണയ്ക്ക് ഉറപ്പായി. കനകസഭാവതി പതുക്കെ മുന്നോട്ട് വന്നു. തിമ്മക്കയും രുദ്രേഷ് ഗൗഡയും അവരുടെ ഏറാൻ മൂളികളായ പോലീസുകാരും ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട് സാറേ ഞങ്ങളെ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ജയിക്കണ്ടേ ഞങ്ങൾക്കും. അതുകൊണ്ട് ഇനി നിങ്ങളുടെ വേഷം കെട്ടൊന്നും നടക്കത്തില്ല. ശേഷണ്ണ ആകെ പുകഞ്ഞു കത്തി. ഒരു കൊച്ചു പയ്യൻ തൻ്റെ നേരെ മെറ്റലുന്നം പിടിക്കുന്നത് അയാൾ കണ്ടു. മറ്റൊരുത്തൻ മൂക്കുള്ള ചീറ്റി പോലീസ് ജീപ്പിൻ്റെ ഗ്ലാസിൽ തൂക്കുന്നു. ശേഷണ്ണ കടപ്പല്ലുകൾ ഞെരിച്ചുകൊണ്ട് കനകസഭാപതിയെ ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കി. പിന്നെ പറഞ്ഞു, നിങ്ങൾ ആരുടെ ബലത്തിലാണ് ഇങ്ങനെ കളിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അവനെയൊക്കെ സെല്ലിനകത്തിട്ട് ചോര തുപ്പിക്കാൻ എനിക്ക് ഒരു നിമിഷം മതി. കാളിച്ചരൺ മുഖമുയർത്തി. സാറ് ആ പറഞ്ഞത് എന്നെയാണെന്നറിയാം. എന്നാൽ എന്നെ പിടിക്കാൻ സാറിൻ്റെ കൈക്ക് ബലം പോരാ. അതിന് ബലം വരണമെങ്കിൽ അന്തസ്സോടെ അധ്വാനിക്കുന്നതിൻ്റെ ഫലം ഉപ്പു ചേർത്ത് വേണം സാറ് ഉരുട്ടി വിഴുങ്ങാൻ. എടാ. ശേഷണ്ണ കൈ ചൂണ്ടി. പോ സാറേ, പേടിപ്പിക്കാതെ. ശേഷണ്ണ ധർമ്മസങ്കടത്തിലായി. ഈ പെണ്ണിനെ കൊണ്ടുപോയാൽ ജനം തങ്ങളെ ചതയ്ക്കും. അനാവശ്യമായ ഒരു ചലനം മതി കുപിതരായി നിൽക്കുന്ന ഇവരെ ഇളക്കാൻ. അയാൾ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. അവളെ വിട്ടേര്. വേണ്ട സാർ, എന്നെ കൊണ്ടുപോകൂ. വിശ്വജാല കെഞ്ചി. ശേഷണ്ണ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ ശബ്ദം താഴ്ത്തി. നിന്നെ ഞാൻ കൊണ്ടുപോകും. ആദ്യം എൻ്റെ കിടപ്പറയിലേക്ക് നീ നോക്കിക്കോ. അപ്പോഴെങ്കിലും തൻ്റെ പെങ്ങൾക്ക് മോചനം കിട്ടുമായിരിക്കും അല്ലേ? അതേ നാണയത്തിൽ അവൾ തിരിച്ചടിച്ചു. ശേഷണ്ണ വിളറിപ്പോയി. ഒന്നും മിണ്ടാതെ അയാൾ ജീപ്പിന് നേരെ നടന്നു. പിന്നാലെ CI ഗുണ്ടപ്പയും പോലീസുകാരും. ജനം അവരെ കൂകി വിളിച്ചു. അവർക്കിടയിലൂടെ പോലീസ് ജീപ്പ് മെല്ലെ മുന്നോട്ട് പോയി. സംഘടിക്കുന്നതിൻ്റെ ശക്തി. കേരളം ചിറ്റാർ പോലീസ് സ്റ്റേഷൻ. CI മധുചന്ദ്രൻ്റെ മുന്നിൽ നിൽക്കുകയാണ് കട്ടാരി പാൻറ്റിനും സംഘവും. തൻ്റെ സീറ്റിലിരുന്നു കൊണ്ട് മധുചന്ദ്രൻ മുഖമുയർത്തി. അയാൾക്കൊപ്പം SI ജോർജ് ജേക്കബും ASI സാവന്തുമുണ്ട്. ബാക്കി പോലീസുകാർ വാതിലിന് പുറത്ത് കരുതലോടെ നിൽക്കുന്നു. തങ്ങൾ പിടികൂടിയിരിക്കുന്നവർ കർണാടകക്കാരാണെന്നും വെറുമൊരു ദൗത്യമായിരിക്കില്ല അവർക്ക് കേരളത്തിലെന്നും പോലീസിന് സംശയം തോന്നിയിരുന്നു. ജീപ്പിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ തന്നെ അതിന് തെളിവ്. 3 റിവോൾവറുകൾ, 7 തിരുപ്പാച്ചി വാളുകൾ, 2 ഗ്രനേഡ്, പിന്നെ കത്തികൾ. അതെല്ലാം CIയുടെ ടേബിളിൽ നിരത്തി വച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും സെൽഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. ലോക്കൽ ചാനലിൻ്റെ റിപ്പോർട്ടറും ക്യാമറാമാനും എത്തിയിട്ടുണ്ട്. അവർ ആയുധങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുകയാണ്. കട്ടാരിപ്പാണ്ടിന് ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. കർണാടകയിലായിരുന്നെങ്കിൽ ഒരു പോലീസും തങ്ങളോട് മിണ്ടുക കൂടിയില്ലായിരുന്നു. തിമ്മക്കയുടെ ആളാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ചാനലുകാരുടെ മുന്നിൽ വെച്ച് തന്നെ CI അവരെ ചോദ്യം ചെയ്തു. നിങ്ങൾ പറഞ്ഞതൊന്നും ഞങ്ങൾ മുഖവിലക്കെടുത്തിട്ടില്ല. അതുകൊണ്ട് മാന്യമായി ഒരു വട്ടം കൂടി ചോദിക്കാൻ പോവുകയാ. അപ്പോഴും കള്ളം പറയാനാണ് ഭാവമെങ്കിൽ സത്യമായിട്ടും കേരള പോലീസ് എങ്ങനെയാണെന്ന് നിങ്ങളറിയും. സർ. കട്ടാരി പാണ്ഡ്യൻ മലയാളത്തിൽ സംസാരിച്ചു. ഞങ്ങൾ ഒരാളെ തിരക്കി വന്നത് തന്നെയാണ്. ഒരു കാളിച്ചരണിനെ. അവൻ്റെ അഡ്രസ്സും തന്നല്ലോ. സമ്മതിച്ചു. CI എഴുന്നേറ്റു. മേശയുടെ മൂലയിൽ അല്പം കയറിയിരുന്നു. പക്ഷേ അതിനിത്രയും ആയുധങ്ങൾ കൈവശം വെച്ചതെന്തിനാ? ലൈസൻസ് ഇല്ലാത്ത പിസ്റ്റളുകൾ വരെ. കട്ടാരിപ്പാണ്ടിന് അതിനുത്തരമില്ല. മധുചന്ദ്രൻ തുടർന്നു. ഏതോ ഒരുത്തനെ കൊന്നതിൻ്റെ തെളിവ് ശേഖരിക്കാനാണ് പോലും വന്നത്. പിന്നെ അവിടുത്തെ പോലീസിനെന്താടാ, ചരക്കിലാണോ പണി? കട്ടാരിപ്പാണ്ടൻ അസ്വസ്ഥനായി കന്നഡയിൽ എന്തോ പിറുപിറുത്തു. എടാ മോനെ,
നേരെ നോക്കി പറയടാ. SI ജോർജ് ജേക്കബിന് ദേഷ്യം വന്നു. സത്യം പറഞ്ഞോണം, മകരവിളക്ക് സമയത്ത് ശബരിമലയിൽ ഒരട്ടിമറിയല്ലേടാ നീയൊക്കെ പ്ലാൻ ചെയ്തത്? കട്ടാരി കിടുങ്ങി. ആരാ സാറേ അങ്ങനെ പറഞ്ഞത്? മധുചന്ദ്രൻ ഒന്ന് ചിരിച്ചു. നിന്നെയൊക്കെ ചുമ്മാ പിടിച്ചതല്ലല്ലോ ഞങ്ങൾ. ഒരു ഫോൺ കോളിൻ്റെ പിൻബലത്തില അതിലൊക്കെ പറഞ്ഞിരുന്നടാ. പോലീസിൻ്റെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സ്വന്തം വാഹനം നിങ്ങൾ ശബരിമല പാതയിൽ വെച്ച് തകർത്തു അല്ലേടാ? അല്ല സാർ, അല്ല. പിന്നെ ആരാടാ അത് ചെയ്തത്? കട്ടാരിപ്പാണ്ടിന് ഉത്തരം മുട്ടി. തങ്ങളുടെ അജ്ഞാതനായ ശത്രു എല്ലാ തരത്തിലും വല വിരിച്ചിരിക്കുകയാണ്. സാർ, എൻ്റെ ഫോണൊന്നു തരാമോ? തിമ്മക്ക മാഡത്തിനെ വിളിച്ചാൽ എല്ലാം അറിയാം സാർ, അയാൾ പറഞ്ഞു. തിമ്മക്കയോ? അതാരാടാ? നിന്റെ വല്യമ്മയോ? ചോദിച്ചത് ASI സാവന്താണ്. മധുചന്ദ്രൻ തുടർന്നു. എന്തായാലും നിങ്ങളുടെ വരവിൻ്റെ കൃത്യമായ ലക്ഷ്യം മനസ്സിലാക്കാതെ ഒരുത്തനെയും കർണാടകയ്ക്ക് വിടില്ല. പത്തനംതിട്ടയിൽ നിന്ന് SP സാർ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് നിന്റെയൊക്കെ തിരുമുഖം കാണാൻ. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. അയാൾ തിരിഞ്ഞ് ചാനലുകാരെ നോക്കി. നിങ്ങൾ പോയിക്കൊള്ളൂ. അവർ പോയി. അടുത്ത നിമിഷം പോലീസ് പിടിച്ചുവച്ചിരുന്ന കട്ടാരിപ്പാണ്ടിൻ്റെ ഫോൺ ശബ്ദിച്ചു. CI അതെടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു. സ്ക്രീനിൽ തിമ്മക്കയുടെ മുഖം. വീഡിയോ കോളാണെന്ന് മനസ്സിലായി. മധുചന്ദ്രൻ്റെ നെറ്റി ചുളിഞ്ഞു. അതേ ഭാവമാറ്റം തിമ്മക്കയിലുമുണ്ടായി. ആരാടാ നീ? പാമ്പ് ചീറ്റുന്നതുപോലെ തിമ്മക്കയുടെ ശബ്ദം. മധുചന്ദ്രൻ്റെ കണ്ണുകൾ കത്തി. നീ ആരാ? നീയോ? സൂക്ഷിച്ചു സംസാരിക്കടാ. പോലീസിനോട് കൽപ്പിക്കുന്നോട് ചൂലേ. മധുചന്ദ്രൻ അലറി. നിന്റെ നാവ് ഞാൻ അറുത്തെടുക്കും. കൊടുക്കടാ കട്ടാരിക്ക് ഫോൺ. മധുചന്ദ്രന് കാര്യം മനസ്സിലായി. കസ്റ്റഡിയിലുള്ളവർ പറഞ്ഞ തിമ്മക്കയാണിത്. ഇപ്പം കൊടുക്കാൻ വിടി പറഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് നീങ്ങി. പിന്നെ ക്യാമറയിൽ വരത്തക്ക വിധം കൈവീശി ഒറ്റയടി കട്ടാരിപ്പാണ്ടിൻ്റെ കരണത്ത്. കട്ടാരി ഒന്ന് കുലുങ്ങി. മധുചന്ദ്രൻ ഫോൺ തിരിച്ചു. ഇങ്ങനെ കൊടുത്താൽ മതിയോടി. അപ്പുറത്ത് പെട്ടെന്ന് ഫോൺ കട്ടായി. CI ഫോൺ മേശപ്പുറത്തേക്കിട്ടു. സാവന്തേ. സർ. ASI മുന്നോട്ട് നീങ്ങി നിന്നു. വനിതാ സെല്ലിൽ ആരുമില്ലല്ലോ? ഇല്ല സർ. എങ്കിൽ ഇവന്മാരെ 2 സെല്ലുകളിലായി ഇട്ടേര്. സർ. സാവന്ത് തിരിഞ്ഞ് കട്ടാരിപ്പാണ്ടിനെ നോക്കി. നടക്കിനിടാ അങ്ങോട്ട്. അയാൾ വിഷം തുപ്പാൻ എന്നവണ്ണം കവിൾ തടവിക്കൊണ്ട് മധുചന്ദ്രനെ നോക്കി നിൽക്കുകയായിരുന്നു. നിനക്ക് ഈ തന്നത് ഒരു ഉദ്ഘാടനം മാത്രമാ. നിന്റെയൊക്കെ തിമ്മക്ക ഇരുന്ന് വാങ്ങിത്തന്നത്. മധുചന്ദ്രൻ കൈ ചൂണ്ടി. കട്ടാരിപ്പാണ്ഡ്യൻ മിണ്ടിയില്ല. സെല്ലിലേക്ക് നടന്നു. കോളർ. SP മഹിപാൽ യാദവിൻ്റെ ഓഫീസ്. DYSP ശേഷണ്ണയും CI ഗുണ്ടപ്പയും അവിടേക്ക് വിളിക്കപ്പെട്ടു. ഇരുവരും ഒന്നിച്ച് മഹിപാൽ യാദവിൻ്റെ മുന്നിൽ അറ്റൻഷനായി. കസേരയിൽ പിന്നോട്ട് ചാരിക്കൊണ്ട് SP അവരെ അടിമുടി ഒന്ന് നോക്കി. എന്താ 2 പേർക്കും ഒരു തളർച്ച? ഏതോ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്നതുപോലെ ഉണ്ടല്ലോ. ഇരുവരും പരസ്പരം നോക്കിയതല്ലാതെ മിണ്ടിയില്ല. മഹിപാൽ യാദവിൻ്റെ സ്വരം മാറി. എന്താ കേട്ടില്ലേ? കേട്ടു സാർ. ശേഷണ്ണ മന്ത്രിച്ചു. കേട്ടാൽ മറുപടി പറഞ്ഞിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? സർ. എങ്കിൽ പറയൂ, നിങ്ങൾ എവിടെയായിരുന്നു? സർ, ഫൈലൈറ്റ്സിൽ. പറഞ്ഞത് ഗുണ്ടപ്പയാണ്. കോളാർ തങ്കത്തിൻ്റെ മർഡർ കേസ് അന്വേഷിക്കാൻ അല്ലേ? ഒരു ദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ഉറക്കം കെടുത്തിയിരുന്ന കൊടുങ്കുറ്റവാളിയെ കൊന്നതാരെന്ന് തെളിയിക്കാൻ എന്തൊരു ജാഗ്രത! കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ വേറെ 100ഓളം കൊലപാതകങ്ങളും കിഡ്നാപ്പിങ്ങുകളുമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി അന്വേഷിച്ചിട്ടുണ്ടോ? ഇരുവർക്കും മറുപടിയില്ല. അതും വിട്ടേര് ശേഷണ്ണ. മഹിപാൽ യാദവ് ഒന്നിളകിയിരുന്നു. താൻ എന്തിനാ ഇന്ന് തിമ്മക്കയുടെ വീട്ടിൽ പോയത്? സർ. അയാൾ പരിങ്ങി. അവളുടെ കാൽ കഴുകിയ വെള്ളം പോലും കുടിക്കാൻ താൻ മടിക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും തൽക്കാലം വിടുന്നു ഞാൻ. കേസ് അന്വേഷിക്കാൻ, തനിക്കുള്ള ആത്മാർത്ഥത ഒന്നുകൂടി പരീക്ഷിക്കാൻ. മഹിപാൽ യാദവ് ഒരു ഫയലെടുത്ത് നീട്ടി. ഫൈലൈറ്റ്സിൽ ഇന്ന് രുദ്രേഷ് ഗൗഡയും തിമ്മക്കയും ഒരു വീട് ആക്രമിച്ചു. വ്യത്യസ്ത സമയങ്ങളിൽ. ഒരു നാഗരാജൻ്റെ വീട്. അവിടെയുള്ള സ്ത്രീകളെ അടക്കം അപമാനിച്ചു, മർദ്ദിച്ചു. ശേഷണ്ണ പേടിയോടെ ഗുണ്ടപ്പയെ നോക്കിക്കൊണ്ട് ഉമിനീരിറക്കി. ഫയൽ അയാളുടെ കയ്യിലിരുന്ന് വിറച്ചു. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മഹിപാൽ യാദവ് തുടർന്നു. ഈ 2 കേസുകളും മിടുക്കനായി തന്നെ ഏൽപ്പിക്കുന്നു. പ്രതികൾ എവിടെയുണ്ടെന്നും കൃത്യമായി പറഞ്ഞു തരും. തിമ്മക്ക അവരുടെ ബംഗ്ലാവിലും രുദ്രേഷ് ഗൗഡ ഉദ്ദണ്ഡൻ്റെ തിരുമു ചികിത്സാ കേന്ദ്രത്തിലുമുണ്ട്. 2 പേരെയും ഉടൻ അറസ്റ്റ് ചെയ്യണം. ആവശ്യമുള്ള ഫോഴ്സിനെ തനിക്ക് കൂട്ടാം. പക്ഷേ നടന്നിരിക്കണം. നേരം പുലരും മുമ്പ്. സർ. ശേഷണ്ണയുടെ ശബ്ദം പുറത്തു വന്നില്ല. ഒച്ചയടഞ്ഞുപോയി. മഹിപാലിൻ്റെ ശബ്ദം അകലെ എവിടെ നിന്നോ എന്നവണ്ണം വീണ്ടും കേട്ടു. ഇന്നലെ രാത്രി എന്നെ ചിലർ ആക്രമിച്ച ഒരു കേസുമുണ്ട്. അറിയാമല്ലോ. ഈ പ്രതികളെ പിടിച്ചു കഴിയുമ്പോൾ ആ കേസും തന്നെ ഏൽപ്പിക്കാം. ശേഷണ്ണയെയും ഗുണ്ടപ്പയെയും ശ്രദ്ധിക്കാതെ മഹിപാൽ യാദവ് പുറത്തേക്ക് പോയി. വാഹനം സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടു. താൻ അവിടെ തന്നെ തളർന്നു വീഴുമെന്ന് തോന്നി ശേഷണ്ണയ്ക്ക്.
വിവശതയോടെ അയാൾ മേശയുടെ വക്കിൽ അള്ളിപ്പിടിച്ചു. KGF. വൈകിട്ട് 7 മണി. വിശാലമായ ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് വളപ്പിലുള്ള ജിംഖാന ഗോൾഫ് ക്ലബ്. ഖനിയിലെ ഓഫീസേഴ്സിന് മാത്രമുള്ളതാണത്. ബാറും മറ്റ് അനുബന്ധ കാര്യങ്ങളുമെല്ലാം അതിലുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന സെറ്റപ്പുകളാണതെല്ലാം. അതിപ്പോഴും തുടർന്നു പോരുന്നു. ചില അവസരങ്ങളിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രമുഖന്മാരുമൊക്കെ അവിടെ എത്താറുണ്ട്. ഇന്നും അവിടെയൊരു അതിഥിയുണ്ട്, കലിംഗറാവു. 5 ഖനികളുടെയും മാനേജർ കം ചെയർമാൻമാരും അണ്ടർഗ്രൗണ്ട് ഏജൻറ്റുമടക്കം എത്തിയിട്ടുണ്ട്. വിശാലമായ ഹാളിന് നടുവിലെ ബില്ലിയാർഡ്സ് ടേബിളിന് ചുറ്റുമായിരുന്നു അവർ. ചാമ്പ്യൻ റീഫ് മൈനിൻ്റെ ചെയർമാൻ മസൂരി കൃഷ്ണമൂർത്തി കയ്യിലിരുന്ന മദ്യഗ്ലാസ് ഉയർത്തി ഒരിറക്കു കുടിച്ചു. പിന്നെ അത് ടേബിളിൻ്റെ കോണിൽ വെച്ചു. ബോൾ വുഡൻ ട്രയാങ്കിളിൽ ബില്ലിയാർഡ്സ് ബോളുകൾ അടുക്കി വച്ചിരുന്നു. അയാൾ 1.5 മീറ്റർ നീളമുള്ള ബില്ലിയാർഡ്സ് ക്യൂ എടുത്ത് അതിൻ്റെ അഗ്രത്തിൽ ചോക്ക് പുരട്ടി. പിന്നെ കുനിഞ്ഞ് ഇടം കൈയുടെ തള്ളവിരലിൽ ചേർത്ത് വെച്ച് ബോളിനെ ഉന്നം വെച്ചു. അതിനിടെ പറഞ്ഞു, റാവു സാബ്, കഴിവതും വേഗം സാധനം അവിടെ നിന്ന് മാറ്റണം. ഖനിയിൽ കുടുങ്ങിയവരുടെ ബന്ധുക്കൾ ഇപ്പോൾ തന്നെ ഒരു സമരത്തിന് ഒരുങ്ങുകയാണോ എന്ന് സംശയമുണ്ട്. കലിംഗറാവു പിന്നിൽ നിന്നിരുന്ന ഒരു ടീ ബോയിയെ കാലിയായ ഗ്ലാസ് ഏൽപ്പിച്ചു. വീണ്ടും മദ്യം കൊണ്ടുവരാൻ നിർദ്ദേശം നൽകി. തുടർന്ന് പറഞ്ഞു, ഞാൻ തീരുമാനിച്ച കാര്യം അങ്ങനെ തന്നെ നടന്നോളും മിസ്റ്റർ മസൂരി. നിങ്ങൾക്കാർക്കും അതിൽ ഉത്കണ്ഠ വേണ്ട. ഖനിക്കുള്ളിലെ പ്രവർത്തനമല്ലേ നിർത്തിയുള്ളൂ. ക്രഷർ യൂണിറ്റ് ഇപ്പോഴും സജീവമാണല്ലോ. ആ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ എൻ്റെ കാര്യം നടന്നിരിക്കും. സയനൈഡ് ഹില്ലിലേക്ക് വേസ്റ്റ് കൊണ്ടുപോവുകയാണെന്നേ ജനം കരുതൂ. എന്നാലും അണ്ടർഗ്രൗണ്ട് ഏജൻറ്റ് ശിവരാമണ്ണ സംശയം പ്രകടിപ്പിച്ചു. രുദ്രേഷ് ഗൗഡയ്ക്കും തിമ്മയ്ക്കും ഫൈലൈറ്റ്സിൽ നേരിടേണ്ടി വന്ന തിരിച്ചടികൾ. കലിംഗറാവു ചിരിച്ചു. പിന്നെ തൻ്റെ വെളുത്ത താടിരോമങ്ങളിൽ ഒന്ന് വിരലൊടിച്ചു. തിമ്മയ്ക്കയും ഗൗഡയുമല്ല ഞാൻ. വെരി വെരി ഡേഞ്ചറസ്. അതൊക്കെ അറിയാൻ പോകുന്നതേയുള്ളൂ എല്ലാവരും. മുസൂരി കൃഷ്ണമൂർത്തി ബില്ലിയാർഡ്സ് ക്യൂ മുന്നോട്ട് തള്ളി. ബോളുകൾ 4 പാടും ചിതറി. അതിൽ ഒരെണ്ണം ഹെഡ്മിസ്ട്രിങ് പോക്കറ്റിൽ വന്നു വീണു. മാത്രമല്ല സാബ്, മുസൂരി കൃഷ്ണമൂർത്തി നിവർന്നിട്ട് മദ്യഗ്ലാസ് വീണ്ടും എടുത്തു. SP മഹിപാൽ യാദവിൻ്റെ ആഗമനം. അതൊരിക്കലും നമുക്ക് ഹിതകരമാകില്ല. അത് കേട്ട് കലിംഗറാവുവിൻ്റെ മുഖം മുറുകി. അറിയാം, അവൻ്റെ വരവ് എന്നെ കൂടി ഉന്നം വെച്ചുള്ളതാണ്. ടീ ബോയ് മദ്യഗ്ലാസ് ഒരു ട്രേയിൽ വെച്ച് കൊണ്ടുവന്ന് കലിംഗറാവുവിന് നൽകി. ഒറ്റ വലിക്ക് അയാൾ അത് അകത്താക്കി. ബൈ ദ ബൈ, നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ സെറ്റിൽ ചെയ്തു കഴിഞ്ഞു. അയാൾ മുറിയുടെ മൂലയിലിരുന്ന 5 ബാഗുകളിലേക്ക് കൈ ചൂണ്ടി. ഇനി മറ്റെന്തെങ്കിലും? എല്ലാത്തിനും സന്തോഷമുണ്ട് സാർ. ബട്ട് മുസൂരി കൃഷ്ണമൂർത്തി ഇടയ്ക്ക് നിർത്തി. പറഞ്ഞോളൂ. റാവു പുഞ്ചിരിച്ചു. ഒരു പെണ്ണ്. അവളെ കണ്ട നിമിഷം മുതൽ കൊതിച്ചു പോയതാ. റാവുവിൻ്റെ കണ്ണുകൾ കുറുകി. അങ്ങനെ ഒരുവളോ? ആരാ? മുസൂരി കൃഷ്ണമൂർത്തി ഒന്ന് പരുങ്ങി. വിശ്വജാലയെന്ന പേര്. ഒരു ഖനിത്തൊഴിലാളിയുടെ ബന്ധുവാ. കലിംഗറാവുവിൻ്റെ ചിരി ഉച്ചത്തിലായി. എന്നിട്ടാണോ തനിക്ക് പാട്? അവളുടെ വീട്ടിലാണ് സാബ് അവനുള്ളത്. കാളിച്ചരൺ, തിമ്മക്കയെയും രുദ്രേഷിനെയും പരാജയപ്പെടുത്തിയവൻ. കലിംഗറാവുവിൻ്റെ നരച്ച പുരുകങ്ങൾ വളഞ്ഞു കൂർത്തു. മുസൂരി, ഞാൻ തന്നിരിക്കും അവളെ നിനക്ക്. പറഞ്ഞു കേട്ടിട്ട് അവളെ ഒന്ന് കാണാൻ എനിക്കും കൊതിയാവുന്നു. സാബ്, എന്നെ മറക്കല്ലേ. പിന്നിൽ നിന്ന് ശിവരാമണ്ണയും പറഞ്ഞു. എന്നെ ഒന്ന് തള്ളി വീഴ്ത്തിയതാണവൾ. ഓഹോ, അങ്ങനെയും ഒരു സംഭവമുണ്ടായോ? ആസ്വദിക്കും പോലെ കലിംഗറാവു തലയാട്ടി. കേട്ടുനിന്ന ടീബോയുടെ ഉള്ളിലും വിശ്വജാലയുടെ മുഖം തെളിഞ്ഞു. രാത്രി 9 മണി. ഫൈലൈറ്റ്സ്. തൊഴിലാളികൾ ഒത്തുകൂടി. എല്ലാ വീടുകളുടെയും പുറത്തെ ലൈറ്റുകൾ അണച്ചിരുന്നു. സ്ട്രീറ്റ് ലൈറ്റുകളുടെ വെളിച്ചം മാത്രം അവിടേക്ക് പാളി വീഴുന്നുണ്ട്. കാളിചരൺ നേരത്തെ നിർദ്ദേശിച്ച പ്രകാരം 5 ഖനികളിലേക്കും പോകാൻ വേണ്ടി പുരുഷന്മാരുടെ 15 സംഘങ്ങളെയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 5 സംഘങ്ങളെയും ക്രമീകരിച്ചിരുന്നു. കാളി അവരിൽ പ്രധാനികളുടെ അടുത്തെത്തി. നിങ്ങളെല്ലാവരും വാച്ചുകളിലെയും സെൽഫോണുകളിലെയും സമയം ഏകീകരിച്ചിട്ടുണ്ടല്ലോ? ഉണ്ട്. മണിക്കുട്ടൻ ടൈം രേഖപ്പെടുത്തിയ കുറേ പേപ്പറുകൾ അവർക്ക് വിതരണം ചെയ്തു. ഒരേ സമയത്ത് എല്ലായിടത്തും കൃത്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിലെഴുതിയിട്ടുണ്ട്. 1 മിനിറ്റ് പോലും മുൻപോ പിൻപോ ആകാതെ കൃത്യസമയത്ത് പ്രവർത്തിച്ചിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നീക്കമാണിത്. അനാവശ്യമായ ഏറ്റുമുട്ടൽ ഒഴിവാക്കണം. അവർ സമ്മതിച്ചു. അപ്പോഴേക്കും യൂണിയൻ ഭാരവാഹികളും എത്തി. അവരും ഓരോ സംഘത്തിനൊപ്പം ചേർന്നു. പ്രധാന റോഡുകൾ ഒഴിവാക്കി ഇടവഴികളിലൂടെ അവർ ഓരോ ഖനിക്ക് നേരെയും നീങ്ങിത്തുടങ്ങി. വിശ്വജാല കാളിയുടെ അടുത്ത് വന്നു. ഞാനും പോകണം. അവൻ അവളുടെ തോളിൽ തട്ടി. നമ്മൾ എങ്ങനെയാ കാളി? മണിക്കുട്ടൻ തിരക്കി. നമ്മൾ അകത്തിറങ്ങി പരിചയമില്ലല്ലോ. പുറത്ത് നമ്മളുണ്ടാവണം.
കാളിച്ചരൺ ചെന്ന് ജീപ്പിൽ കയറി. മണിക്കുട്ടനും 540 റോഡിലേക്കിറങ്ങി പടിഞ്ഞാറേക്ക് നീങ്ങി. തൻ്റെ ആശയം വിജയിക്കുമോ? കാളിയുടെ ഉള്ളിൽ ഒരു സംശയം ബാക്കി നിന്നു. എവിടെയെങ്കിലും ഒന്ന് പിഴച്ചു പോയാൽ വൻ നാശമായിരിക്കും ഫലം. അധ്യായം 27. ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് അകലെ കാണാം. കാളിച്ചരൺ 540 റോഡിൻ്റെ ഓരത്തേക്ക് ചേർത്ത് യൂക്കാലിപ്സ് മരങ്ങളുടെ നിഴലിൽ നിർത്തി. മണിക്കുട്ടൻ തിരിഞ്ഞ് അവനെ നോക്കി. നമ്മൾ ഇവിടെ എന്തിനാ? നോക്കാം. കാളിച്ചരൺ മീശയിലൊന്ന് തടവി. ഏതെങ്കിലും ഇര വന്നു വീണാലോ? അവൻ്റെ കണ്ണുകൾ ഗേറ്റിൽ തറഞ്ഞു. അത് ചാരിയിട്ടിരിക്കുകയാണ്. ഒരു വാച്ചർ ഗേറ്റിൻ്റെ പില്ലറിൽ ചാരി നിന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട്. ജിംഖാന ക്ലബിന് പുറത്ത് ധാരാളം മുന്തിയ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. പാവപ്പെട്ട തൊഴിലാളികൾക്ക് ശമ്പളം പോലുമില്ല. ഉദ്യോഗസ്ഥർക്ക് കുടിച്ചു കൂത്താടാനും വ്യഭിചരിക്കാനും ഇഷ്ടം പോലെ കാശുണ്ടുതാനും. കാളിച്ചരണിൻ്റെ പല്ലുകൾ ഞെരിയുന്ന ഒച്ച മണിക്കുട്ടൻ കേട്ടു. അല്പം കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് ഒരു വാഹനത്തിൻ്റെ വെളിച്ചം കണ്ടു. വാച്ചർ സിഗരറ്റ് വലിച്ചെറിഞ്ഞിട്ട് ഗേറ്റ് തുറന്ന് അറ്റൻഷനായി നിന്നു. കാളി സൂക്ഷിച്ചു നോക്കി. നീല നിറമുള്ള ഒരു പോഷ് 911 ടർബോ പ്ലസ് കാർ പുറത്തേക്ക് പാഞ്ഞു വരുന്നു. മുന്തിയ കക്ഷിയായിരിക്കും. മണിക്കുട്ടൻ പിറുപിറുത്തു. കാറിൽ കലിംഗറാവു ആയിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ കുരങ്ങ് കൃഷ്ണനും. കുരങ്ങേ, 5 ലൈറ്റ്സിൽ താമസിക്കുന്ന ഒരു നാഗരാജനുണ്ട്, മലയാളി. അവൻ്റെ വീട് സ്കെച്ച് ചെയ്തു വയ്ക്കണം. കലിംഗറാവു പറഞ്ഞു. സാബ്. കുരങ്ങ് കൃഷ്ണ തലയാട്ടി. അവിടെ ഒരു സുന്ദരി പെണ്ണുണ്ട്. പേര് വിശ്വജാല. കുരങ്ങിന് കാര്യം മനസ്സിലായി. എപ്പോൾ പോകണം സാബ്? പറയാം. അവിടെ വിഷം മുറ്റിയ ഒരു കിങ് കോബ്രയുണ്ട്. കാളിച്ചരൺ. അവൻ്റെ വിഷപ്പല്ല് പറിക്കുകയോ നടുവ് അടിച്ചൊടിക്കുകയോ വേണം ആദ്യം. എന്തു വേണമെന്ന് സാബു പറഞ്ഞാൽ മതി. എപ്പോൾ വേണമെന്നും. പിന്നെ ആ പറഞ്ഞ സുന്ദരിപ്പെണ്ണ് അങ്ങയുടെ കിടക്കയിലുണ്ടാവും. കുരങ്ങ് കൃഷ്ണ ചിമ്പൻസിയെപ്പോലെ പല്ലിളിച്ചു. 10 മണി. കനകസഭാവതി വാച്ചിൽ നോക്കി സമയം ഉറപ്പാക്കി. തുടർന്ന് മറ്റു ഖനികളിലേക്ക് പോയവരുമായി ബന്ധപ്പെട്ടു. നമ്മൾ തുടങ്ങുകയാണ്. ശരി. അപ്പുറത്തുനിന്ന് മറുപടി കിട്ടി. കനകസഭാവതി ടൈം രേഖപ്പെടുത്തിയ പേപ്പർ നോക്കി. പിന്നെ അയാൾ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തെ നോക്കി. നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാം. എല്ലാം പറഞ്ഞതുപോലെ 1000-ലധികം വരുന്ന ആ സംഘം പെട്ടെന്നുണർന്നു. ഖനിയുടെ കവാടത്തിന് മുന്നിൽ നിന്നിരുന്ന അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയും പോലീസിൻ്റെയും നെറ്റിച്ചുളിഞ്ഞു. ഇരുളിൽ കന്നിൻ കൂട്ടങ്ങളുടേതുപോലെയുള്ള നിഴലനക്കങ്ങൾ. അതെന്താണ്? പിറുപിറുത്തുകൊണ്ട് ഒരാൾ ടോർച്ചെടുത്ത് തെളിച്ചു. സാബ്, കുച്ചു സ്ത്രീയോം ഓർ ബെച്ചെ ഹേ, അമ്പരപ്പോടെ അയാൾ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും സംഘം 100 മീറ്ററോളം അടുത്തെത്തിക്കഴിഞ്ഞു. സ്റ്റോപ്പ്. പട്ടാളക്കാരും പോലീസുകാരും മുന്നോട്ട് കുതിച്ചു. ഒരു ഗേറ്റിൽ 50 അർദ്ധസൈനികരും 25 പോലീസുകാരുമാണ് ഉണ്ടായിരുന്നത്. അവർ സ്ത്രീകളെയും കുട്ടികളെയും തടഞ്ഞു. നിങ്ങൾക്കെന്തു വേണം? ഞങ്ങൾക്ക് ഭർത്താവിനെ വേണം, അച്ഛനെ വേണം, മക്കളെ വേണം. കൂട്ടത്തിൽ നിന്ന് ഭുവനേശ്വരി പറഞ്ഞു. അവരെ ഞങ്ങൾ എവിടുന്ന് തരാൻ? ഓഫീസർ നെറ്റിച്ചുളിച്ചു. അവരൊക്കെ ഈ ഖനിക്കുള്ളിലുണ്ട്. സ്ത്രീകൾ ഒച്ചവെച്ചു. അവരെ തിരയാൻ ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. അവർ ആ ജോലി ചെയ്യും. നിങ്ങൾ പിരിഞ്ഞു പോകണം. ഓഫീസർ കർക്കശഭാവത്തിൽ അറിയിച്ചു. അത് പറ്റത്തില്ല സാറേ. ഇത്രയും ദിവസം ഞങ്ങൾ കാത്തിരുന്നില്ലേ? ചോദിക്കുന്നതിനിടയിൽ സ്ത്രീകൾ ഇരുവശത്തേക്കും വഴി പിരിഞ്ഞ് പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും പിന്നിലെത്തി. ഇപ്പോൾ നിയമപാലകർ അവർക്ക് മധ്യത്തിലായി. പട്ടാളത്തിനും പോലീസിനും അപകടം ബോധ്യമായി. മാറിപ്പോയിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ വെടിവെക്കും. പട്ടാള ഓഫീസർ തോക്കുയർത്തി. വയ്ക്കി സാറേ, ചാകാൻ തന്നെയാ ഞങ്ങളും വന്നിരിക്കുന്നേ. ഞങ്ങളുടെ ഉറ്റവരുടെ ആത്മാക്കൾക്കൊപ്പം ചേരാൻ. സ്ത്രീകൾ വിടുന്ന മട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മറ്റ് ഖനിയിലെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടു. കിടുങ്ങിപ്പോയി അവർ. എല്ലായിടത്തും ഇതേ അവസ്ഥ തന്നെ. വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയാണിതെന്ന് വ്യക്തം. പോലീസുകാർ SP ഓഫീസിലേക്ക് മെസ്സേജ് നൽകി. പക്ഷേ മഹിപാൽ യാദവ് അനങ്ങിയില്ല. അടുത്ത നിമിഷം അവിടേക്ക് കലിംഗറാവുവിൻ്റെ കോൾ വന്നു. മിസ്റ്റർ മഹിപാൽ, മൈനിൽ നടക്കുന്ന പ്രശ്നം നിങ്ങൾ അറിഞ്ഞില്ലെന്നുണ്ടോ? എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. ഉത്തരവ് പോലെയായിരുന്നു അത്. മഹിപാൽ യാദവ് ചിരിച്ചു. മിസ്റ്റർ റാവു, ഇത് സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന മൈനാണ്. അവിടെ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും. അല്ലാതെ എന്നോടിങ്ങനെ കൽപ്പിക്കാൻ തനിക്ക് സ്ത്രീധനം കിട്ടിയതൊന്നുമല്ലല്ലോ അത്. മഹിപാൽ, കലിംഗറാവുവിൻ്റെ അലർച്ച കേട്ടു. അതേടാ, ഞാൻ തന്നെ. ഇക്കാര്യത്തിൽ തനിക്കിത്ര ഉത്കണ്ഠയും പാരവശ്യവും ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം കാണുമല്ലോ. ഖനിക്കുള്ളിൽ താൻ എന്താണ് സൂക്ഷിച്ചിരിക്കുന്നത്? കലിംഗറാവുവിന് ഉത്തരം മുട്ടി. അയാൾ ഫോൺ കട്ട് ചെയ്തു കളഞ്ഞു. സമയം 9:10. കനകസഭാവതി വാച്ചിലേക്കും കയ്യിലിരുന്ന പേപ്പറിലേക്കും നോക്കി. പുരുഷന്മാരുടെ സംഘങ്ങൾ നീങ്ങുക, അയാൾ നിർദ്ദേശിച്ചു. അവരുടെ 2 സംഘങ്ങൾ മുന്നോട്ട് പാഞ്ഞു.
സ്ത്രീകളുടെ നടുവിൽ പട്ടാളത്തിനും പോലീസിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഓടിയെത്തിയ തൊഴിലാളികളുടെ ആദ്യ സംഘം ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെയും പമ്പ് സെറ്റ് ഓപ്പറേറ്ററുടെയും റൂമിലാണ് എത്തിയത്. അവിടെയുണ്ടായിരുന്ന ജോലിക്കാർ അമ്പരപ്പോടെ ചാടി എഴുന്നേറ്റു. ഒറ്റയൊരുത്തൻ എതിർക്കരുത്, ഞങ്ങൾ പറഞ്ഞത് മാത്രം ചെയ്യുക. തൊഴിലാളികൾ ഗർജിച്ചു. ആദ്യം പമ്പ് സെറ്റ് ഓൺ ചെയ്യിട, ഖനിക്കുള്ളിലെ വെള്ളം വറ്റിച്ചു തുടങ്ങുക, ഒപ്പം ഓരോ സ്റ്റേജിലെയും എയർ കണ്ടീഷൻ ഇലക്ട്രിക് ബന്ധവും സ്ഥാപിക്കുക. പഴനിവേൽ കൈ ചൂണ്ടി. അനുസരിക്കാതെ അവർക്ക് തരമില്ലായിരുന്നു. പമ്പ് സെറ്റുകൾ പ്രവർത്തിച്ചു തുടങ്ങി. ഇലക്ട്രിക് ബന്ധവും സ്ഥാപിക്കപ്പെട്ടു. നിശ്ചയിച്ച പ്രകാരം 100-ലധികം തൊഴിലാളികൾ അവിടെ കാവൽ നിന്നു. തൊഴിലാളികളുടെ രണ്ടാമത്തെ സംഘം കേജ് ഓപ്പറേറ്റർമാരുടെ റൂം വളഞ്ഞു. 2 പേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. തൊഴിലാളികൾ അവരെ പിടിച്ചുകെട്ടി മുറിയുടെ മൂലക്കിട്ടു. നിങ്ങൾ വിശ്രമിക്കുക, ഇനിയുള്ള കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. അവർ കേജിൻ്റെ മോട്ടോർ ഓൺ ചെയ്തു. 20 തൊഴിലാളികൾ അതിൽ കയറി. പഴനിവേലും വന്ന് അവരോടൊപ്പം ചേർന്നു. കേജ് താഴേക്ക് പോയി. 500ഓളം പേർ അവിടെ ഇറങ്ങാനും ബാക്കിയുള്ളവർ അടുത്ത സ്റ്റേജിലേക്ക് പോകാനുമാണ് തീരുമാനം. അതിനു വേണ്ടത്ര ആളുകൾ സജ്ജരായുണ്ട്. 5 ഖനികളിലും ഒരേ സമയം ഒരുപോലെ ആളുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നു. എല്ലാ ഖനികളിലെയും ചെയർമാൻ കം മാനേജർമാർ വിവരമറിഞ്ഞു. അവർക്ക് അങ്കലാപ്പായി. ജനം അകത്തിറങ്ങിയാൽ സകല കള്ളക്കളികളും പുറത്തുവരും. ചാമ്പ്യൻ റീഫിൻ്റെ മാനേജർ മുസൂരി കൃഷ്ണമൂർത്തി അണ്ടർഗ്രൗണ്ട് ഏജന്റ് ശിവരാമണ്ണയെയും കൂട്ടി തൻ്റെ കാറിൽ ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തേക്ക് വന്നു. വാച്ചർ ഗേറ്റ് തുറന്നുകൊടുത്തു. പുറത്ത് കാത്തുകിടന്നിരുന്ന കാളിചരണം മണിക്കുട്ടനും അത് കണ്ടു. ആ വരുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ പറഞ്ഞുകൊണ്ട് കാളി 540 കാറിന് പിന്നാലെ വിട്ടു. മിന്നൽ പോലെ അത് കാറിന് മുൻപിൽ കിടന്ന് വട്ടം തിരിഞ്ഞു. ഏയ്! മുസൂരി കൃഷ്ണമൂർത്തി അലറിക്കൊണ്ട് ബ്രേക്കിട്ടു. അയാൾ കാറിൻ്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തി തല പുറത്തേക്ക് നീട്ടി കന്നഡയിൽ ഒരു ചീത്ത വിളിച്ചു. എന്തോ കേട്ടില്ല. ചെവിക്ക് പിന്നിൽ കൈ ചരിച്ചു പിടിച്ചുകൊണ്ട് മണിക്കുട്ടൻ ചാടിയിറങ്ങി. വണ്ടി മാറ്റടാ, മുസൂരി വീണ്ടും അലറി. ഇപ്പോഴും കേട്ടില്ലടാ ശീമപ്പന്നി. മണിക്കുട്ടൻ കാറിൻ്റെ ഡോർ തുറന്നു. പിന്നെ കൈ നീട്ടി അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് വലിച്ചിറക്കി. കുടിച്ച് കൂത്താടിപ്പോകാൻ കാറിനേക്കാൾ നല്ലത് ജീപ്പാ സാറേ. കാറ്റും കൊള്ളാം, ആകാശവും കാണാം. സ്കൗണ്ട്രൽ, അയാൾ കുതറി. ലീവ് ഇറ്റ്. ചുമ്മാ പേടിപ്പിക്കാതെ സാറേ. ഞാൻ പിടിച്ചാൽ പിടിച്ചതാ. അത് കേരളത്തിൽ പോയി ചോദിച്ചാൽ അറിയാം. സാബിനെ വിടടാ. ശിവരാമണ്ണയും പാഞ്ഞിറങ്ങി വന്നു. നീ ആരാ? മണിക്കുട്ടൻ തല തിരിച്ചു. അണ്ടർഗ്രൗണ്ട് ഏജന്റ്. ഓഹോ, മണിക്കുട്ടൻ പുച്ഛിച്ചു. ഇവിടെയൊക്കെ അതിനും ഏജന്റ് ഉണ്ടല്ലേ? കേരളത്തിൽ ഇതിന് മാമ എന്ന് പറയും. ശിവരാമണ്ണയ്ക്ക് അത് മനസ്സിലായില്ല. മണിക്കുട്ടൻ വ്യക്തമാക്കി. അതായത് കൂട്ടിക്കൊടുപ്പുകാരൻ. ഡേയ്! ശിവരാമണ്ണ കൈ ഒങ്ങി. ഓഹോ, നീ മിടുക്കനാണല്ലോ. പിന്നിൽ ശബ്ദം കേട്ട് ശിവരാമണ്ണ തിരിഞ്ഞു നോക്കി. കാളിചരൺ ആ ക്ഷണം പിൻകോളറിൽ പിടിച്ച് ശിവരാമണ്ണ ഉയർത്തപ്പെട്ടു. പിന്നെ ജീപ്പിലേക്ക് എറിയപ്പെട്ടു. അരിച്ചാക്ക് വീഴുന്നതുപോലെ ജീപ്പൊന്നു കുടുങ്ങി. ഇനി തന്നെയും ഇതുപോലെ അട്ടിമറിക്കണോ അതോ? മുസൂരി കൃഷ്ണമൂർത്തിക്ക് നേരെ കാളി തിരിഞ്ഞു. വേണ്ട. അയാൾ നടന്നു ചെന്ന് ജീപ്പിൽ കയറി. മണിക്കുട്ടൻ പരസ്പരം പുറംതിരിഞ്ഞ നിലയിൽ മുസൂരി കൃഷ്ണമൂർത്തിയുടെയും ശിവരാമണ്ണയുടെയും കൈകൾ ചേർത്ത് കെട്ടി. ചാമ്പ്യൻ റീഫ് ഗോൾഡ് മൈൻ. പട്ടാളക്കാരും പോലീസുകാരും തങ്ങളെ വളഞ്ഞിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘവുമായി രമ്യതയിലും ഭീഷണിയുടെ സ്വരത്തിലും സംസാരിച്ചു. നോക്ക്, നിങ്ങൾ എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഞങ്ങളെ തടഞ്ഞാൽ സർക്കാർ നോക്കി നിൽക്കുമോ? എന്ത് സർക്കാർ സാർ? സ്ത്രീകളുടെ കൂട്ടത്തിൽ സുന്ദരവല്ലി സംസാരിച്ചു. ഈ സർക്കാരെന്ന് പറയുന്നവർ ഞങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടവരല്ലേ? മാനത്ത് നിന്ന് പൊട്ടി വീണതൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ ആവശ്യം നിറവേറ്റി തരേണ്ടത് സർക്കാരാ. വികാര വിക്ഷോഭത്താൽ അവർക്ക് ശ്വാസം മുട്ടി. അല്ലെങ്കിൽ തന്നെ എന്താ ഈ സർക്കാർ ചെയ്തു തരുന്നത്? ഇതിനുള്ളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ സർക്കാർ എന്തു ചെയ്തു? അവർ നിന്നു ജ്വലിച്ചു. പട്ടാളക്കാരുടെ ഭാവം മാറി. നോക്ക്, ഇനി ഞങ്ങളെ തടഞ്ഞാൽ ഞങ്ങൾ വെടിവെക്കും. അവർ ചുറ്റും തിരിഞ്ഞ് തോക്കു ചൂണ്ടി. അടുത്ത നിമിഷം ഇരുളിനെ തുളച്ചുകൊണ്ട് 2 തീക്കണ്ണുകൾ പാഞ്ഞു വന്നു. സകലരും അങ്ങോട്ട് തിരിഞ്ഞു. കാളിചരണിൻ്റെ 540 ജീപ്പ് അവിടെ വന്നു നിന്നു. സ്ത്രീകൾക്കിടയിൽ ഒരാരവമുണ്ടായി. പട്ടാളക്കാരും പോലീസുകാരും അത് ശ്രദ്ധിച്ചു. നിർത്തിൻ. കാളി തറയിലേക്ക് കാൽകുത്തി. ജനം നിശബ്ദരായി. സാറന്മാര് ഇതൊന്ന് കേൾക്കണം, അവൻ പറഞ്ഞു. എൻ്റെ ജീപ്പിലിരിക്കുന്നത് ഈ ഖനിയുടെ മാനേജർ മുസൂരി കൃഷ്ണമൂർത്തിയാണ്. അത് ശരിയാണെന്ന് അവർ കണ്ടു. കാളി തുടർന്നു. ന്യായമായ ആവശ്യങ്ങൾക്കാണ് ഈ സ്ത്രീകളും കുട്ടികളും വന്നിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഇവരെ ദ്രോഹിച്ചാൽ നിങ്ങളുടെ മുന്നിലിട്ട് കത്തിക്കും ഞാനിവനെ പച്ചയ്ക്ക്. അവൻ്റെ ശബ്ദം മാറി. പട്ടാളവും പോലീസും ഒന്ന് പകച്ചു. ഞങ്ങളുടെ ആളുകൾക്ക് എന്ത് സംഭവിച്ചുവെന്നറിയാതെ
ഇവനെ വിടുന്ന പ്രശ്നമില്ല, കാളി തറപ്പിച്ചു പറഞ്ഞു. അപ്പോഴേക്കും കർണാടകയിലെ ചാനൽ പ്രതിനിധികൾ വിവരമറിഞ്ഞ് അവിടേക്ക് എത്തിത്തുടങ്ങി. കാളി വേഗം ജീപ്പിൽ കയറി അത് ഓടിച്ചുപോയി. സാറന്മാരെ, നമ്മളിങ്ങനെ കുത്തിപ്പിടിച്ചു നിന്നിട്ട് ഒരു കാര്യവുമില്ല, ഇവിടെ ഇരിക്കുക പറഞ്ഞുകൊണ്ട് ഭണ്ഡാരമ്മാൾ ഇരുന്നു. തുടർന്ന് മറ്റുള്ളവരും പട്ടാളവും പോലീസുകാരും നിസ്സഹായരായി. മുസൂരി കൃഷ്ണമൂർത്തിയുടെ വിവരമറിഞ്ഞ് കലിംഗറാവു കിടുങ്ങി. കുരുങ്ങെ പറഞ്ഞോ സാബ്. കുരങ്ങ് കൃഷ്ണ അരയിൽ നിന്നൊരു പിസ്റ്റൾ വലിച്ചെടുത്ത് അതിലെ ബുള്ളറ്റുകൾ എണ്ണി നോക്കി. കലിംഗറാവുവിൻ്റെ ഫാം ഹൗസിലായിരുന്നു അവർ. ചുറ്റുമുള്ള കണ്ണത്ത ദൂരത്തെ പരുത്തിത്തോട്ടത്തിനു മീതെ ഇരുളിൻ്റെ ആകാശം അമർന്നു കിടക്കുകയാണ്. കലിംഗറാവു ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചുകൊണ്ട് ജനാലയ്ക്കിലെത്തി. ഇരുളിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് അയാൾ ഏതാനും നിമിഷം നിന്നു. കാര്യങ്ങൾ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയി കുരങ്ങെ. മൈനിനു മുന്നിലെ സെക്യൂരിറ്റിക്കാർക്ക് പോലും ചലിക്കാനാവുന്നില്ല. സ്ത്രീകളുടെ പ്രതിരോധം. ആളുകൾക്കൊപ്പം മീഡിയക്കാരും അകത്തേക്ക് പോയിട്ടുണ്ട്. ഇതുവരെ തൊടാതെ വച്ചിരുന്ന സ്വർണ്ണപ്പാറകൾ മുറിച്ചു മാറ്റിയത് അവർ കാണും. അയാൾ 2 കവിൾ പുക ആഞ്ഞാഞ്ഞു വലിച്ചുവിട്ടു. ഇനി ആരെങ്കിലും അതിനുള്ളിൽ ജീവനോടെയുണ്ടെങ്കിൽ ഒക്കെ പുറംലോകമറിഞ്ഞാൽ അവസാന നിമിഷം നന്ദിയില്ലാത്ത ഉദ്യോഗസ്ഥർ മലക്കം മറിയും. അയാൾ സിഗരറ്റ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് തിരിഞ്ഞു. സാബു പറ, ആരെയൊക്കെ കൊല്ലണം? കുരങ്ങിൻ്റെ മിഴികൾ നിശ്ചലമായി. കലിംഗറാവു മെല്ലെ നടന്ന് അയാൾക്ക് മുന്നിലെത്തി. വലതു തോളിൽ കൈവച്ചുകൊണ്ട് ആ കണ്ണുകളിലേക്ക് നോട്ടം നട്ടു. കൊല്ലുകയും വേണം. പിന്നെ എല്ലാത്തിനും നേതൃത്വം നൽകുന്ന ഒരുത്തനുണ്ടല്ലോ, കാളിചരൺ. ഒരിക്കലും മറക്കാത്തൊരു പ്രഹരം അവനും ഏൽപ്പിക്കണം. എങ്ങനെ? കുരങ്ങ് കാതുകൂർപ്പിച്ചു. കലിംഗറാവു ശബ്ദം താഴ്ത്തി ആശയം വിശദീകരിച്ചു. കുരങ്ങ് കൃഷ്ണ തലയാട്ടി ചിരിച്ചു. അയാളുടെ കോമ്പല്ലുകൾ തിളങ്ങി. കോളാർ ഗസ്റ്റ് ഹൗസ്. അവിടെ പോലീസ് കാവലുണ്ടായിരുന്നു. അകത്തെ മുറിയിൽ MLA രാജ് റുലാനിയും MP മുത്തുമാണിക്യവും അസ്വസ്ഥരായി. സാറ് ശ്രമിച്ചാൽ കുറെ കൂടി പട്ടാളത്തെ ഇറക്കി തൊഴിലാളികളെ തുരത്താൻ കഴിയില്ലേ? MLA പ്രതീക്ഷയോടെ മുത്തുമാണിക്യത്തെ നോക്കി. ഭരണം ഇപ്പോൾ നമ്മുടെ കയ്യിലല്ലോ രാജേ. ഖദർ ഷർട്ടിനു മീതെ മടക്കിയ ഖദർ ഷാൾ ഒന്നിളക്കിക്കൊണ്ട് മുത്തുമാണിക്യം തുറന്നു പറഞ്ഞു. നമുക്കെതിരെ ഒരുങ്ങിത്തന്നെയാണ് പ്രൈം മിനിസ്റ്ററും മറ്റും. പട്ടാളക്കാരെ ഇറക്കി ഒരടിച്ചമർത്തലിന് അവർ സമ്മതിക്കില്ല. ഏതായാലും കളക്ടർ വരട്ടെ, നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോയെന്ന് നോക്കാം. അയാൾ പറഞ്ഞു നിർത്തിയതും ഗസ്റ്റ് ഹൗസിനു മുൻപിൽ വെള്ള ഇന്നോവ കാർ വന്നു നിന്നു. അതിൽ നിന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ കളക്ടർ ഭൈരപ്പ ഇറങ്ങി. സുമുഖനായ 35കാരൻ. സിറ്റിംഗ് റൂമിൽ മുത്തുമാണിക്യത്തിൻ്റെ PA ഉണ്ടായിരുന്നു. സാർ എത്ര നേരമായി നിങ്ങളെ കാത്തിരിക്കുകയാണെന്നറിയാമോ? അയാൾ കുറ്റപ്പെടുത്തി. ഭൈരപ്പ നിന്നു. PAയെ അടിമുടി ഒന്ന് നോക്കി. താൻ PA മാത്രമല്ലേ, അല്ലാതെ MP അല്ലല്ലോ. പിന്നെ തന്നെ എനിക്കറിയാം. 3 സ്ത്രീ പീഡന കേസിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടയാൾ. ആമായി കറക്റ്റ്? PAയുടെ തല താണു. ഭൈരപ്പ കടുപ്പിച്ചു പറഞ്ഞു. സംസാരത്തിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ മിനിസ്റ്ററുടെ സംരക്ഷണയിലാണെങ്കിലും താൻ വിവരമറിയും. കളക്ടർ അകത്തേക്ക് നടന്നു. കോളാറിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് ഭൈരപ്പ. അദ്ദേഹത്തെ എന്തു കാര്യത്തിനും ആർക്കും ഫോണിൽ വിളിക്കാം. പരാതികൾക്ക് കൃത്യമായ പരിഹാരം ഉണ്ടാക്കിയിരിക്കും. അതിനാൽ രാഷ്ട്രീയക്കാർക്ക് അയാൾ ശത്രുസ്ഥാനത്താണ്. ചാരിയ വാതിലിനു മുൻപിൽ ഭൈരപ്പ നിന്നു. കതകിൽ മൃദുവായി തട്ടി. കമിൻ. അകത്തുനിന്ന് ശബ്ദം കേട്ടു. അയാൾ MPക്കും MLAയ്ക്കും മുന്നിലെത്തി. മിസ്റ്റർ DC. മുത്തുമാണിക്യം ശബ്ദമുയർത്തി. എന്തൊക്കെയാണിവിടെ നടക്കുന്നത്? ഭൈരപ്പ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ തിരക്കി. എനിക്ക് മനസ്സിലാകുന്നില്ല സർ. ഞാൻ മൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നത്. ഭൈരപ്പ തലയിളക്കി. ആ പ്രശ്നത്തിൽ എനിക്ക് ഇടപെടേണ്ട ഒരു സാഹചര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. യാതൊരു ഇൻസ്ട്രക്ഷൻസും മുകളിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് MLAയ്ക്ക് പെരുത്തു കയറി. അവിടെ നടക്കുന്നതൊക്കെ താൻ അറിയുന്നില്ലേ? അറിഞ്ഞു സാർ. എനിക്ക് പക്ഷേ കംപ്ലൈൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ ഞാൻ മനസ്സുകൊണ്ട് ജനങ്ങൾക്കൊപ്പമാ. DC. അലറി വിളിച്ചുപോയി രാജ് റുലാനി. സർ, ന്യായമാണ് ജനങ്ങളുടെ ആവശ്യം. അവർ അവരുടെ ഉറ്റവരെയും ഉടയവരെയും തിരയുന്നതിൽ എന്താണ് തെറ്റ്? നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സഹായം ഉണ്ടാകാഞ്ഞിട്ടല്ലേ അത്? ഇവിടുത്തെ MLA ആയ സാറിൻ്റെ മുൻപിലും അവർ സഹായം ചോദിച്ചെത്തിയെന്ന് എനിക്കറിയാം. വിളറിപ്പോയി രാജ് റുലാനി. കളക്ടർ തുടർന്നു. ജനങ്ങൾ സെക്യൂരിറ്റിക്കാരെ തടഞ്ഞെങ്കിലും ഇതുവരെ യാതൊരു പ്രകോപനവും ഉണ്ടാക്കിയിട്ടില്ല. MP അസ്വസ്ഥനായി. തനിക്കിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും? അത് പറ. ഒന്നും പറ്റില്ല സർ. മുഖമടച്ച് ഒരടിയേറ്റതുപോലെ അയാൾക്ക് തോന്നി. താൻ എനിക്ക് എക്സ്പ്ലനേഷൻ തരേണ്ടി വരും. ഭൈരപ്പ ചിരിച്ചു. MPക്ക് കളക്ടർ എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല സർ. രോഷത്തോടെ മുത്തുമാണിക്യം കൈ ചൂണ്ടി. തനിക്ക് പോകാം. ഞങ്ങളും അധികാരത്തിൽ വരും. അത് ഓർമ്മ വെച്ചോ. ശരി സർ. താങ്ക് യു.
അയാൾ വാതിൽക്കലേക്ക് നടന്നു. എന്നാൽ പെട്ടെന്ന് തിരിഞ്ഞു. സാർ, പിന്നെ സാറ് ബിനാമിയുടെ പേരിൽ നടത്താൻ പോകുന്ന കൽക്കരി ഖനിയുണ്ടല്ലോ, അതിന് NOC തരേണ്ടത് ഞാനും കൂടിയാ, മറക്കരുത്. വിളറിപ്പോയി മുത്തുമാണിക്യം. കളക്ടർ പുറത്തേക്ക് നടക്കുമ്പോൾ എതിരെ ഒരാൾ വന്നു. കലിംഗറാവു. ഇരുവരുടെയും കണ്ണുകൾ ഒരു നിമിഷം കോർത്തു. KGF. പലപ്പോഴും ഖനിക്കുള്ളിലേക്ക് ഇറങ്ങാൻ കൊതിച്ചിരുന്ന ചാനലുകാർക്ക് വീണു കിട്ടിയ അവസരമായിരുന്നു അത്. തൊഴിലാളികളുടെ സഹായത്തോടെ അവരും 1-ാം സ്റ്റേജിലെത്തി. അവിടെ നിറഞ്ഞു നിന്ന വെളിച്ചത്തിൽ സ്വർണ്ണപ്പൊട്ടുകളുടെ പളപളപ്പിനിടയിൽ ദ്രുതഗതിയിൽ അന്വേഷണം നടത്തുകയാണ് തൊഴിലാളികൾ. അളിഞ്ഞ മാംസത്തിൻ്റെ വല്ലാത്തൊരു ഗന്ധം അവിടെ തങ്ങി നിന്നിരുന്നു. അകപ്പെട്ടവർ ആരും ജീവനോടെ ഉണ്ടാവില്ലെന്ന് അവർക്ക് തോന്നി. ഇമ്പദോസും ധനരാജും അടങ്ങുന്ന സംഘം ഒരു ഗുഹയിലൂടെ ട്രോളിയിൽ പാഞ്ഞുപോയി. അവർക്കൊപ്പം ഒരു ചാനൽ വീഡിയോഗ്രാഫറും റിപ്പോർട്ടറുമുണ്ട്. പോകുന്ന വഴിയിലൊക്കെ അവർ ഞെട്ടിക്കുന്ന കാഴ്ചകൾ കണ്ടു. ഡേഞ്ചർ എന്നെഴുതി വച്ചിരുന്ന പാറകളിൽ പകുതി പോലും കാണാനില്ല. ഒറ്റ രാത്രി കൊണ്ട് ഒക്കെ അവർ അടിച്ചു മാറ്റി. ഇമ്പദോസ് പല്ല് ഞെരിച്ചു. അതാ അവർ നമ്മളെ അകത്തേക്ക് പോരാൻ സമ്മതിക്കാത്തത്. പെട്ടെന്ന് ധനരാജ് ട്രോളി നിർത്തി. അതാ അയാൾ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് മറ്റുള്ളവർ നോക്കി. തിളങ്ങുന്ന മഞ്ഞ ലോഹത്തിന് നടുവിൽ. അതൊരു ഭീകര കാഴ്ചയായിരുന്നു. അധ്യായം 28. ഇമ്പദോസ് ട്രോളിയിൽ നിന്ന് താഴേക്ക് ചാടി. ഒപ്പം ധനരാജും പഴനിവേലും അടങ്ങുന്ന തൊഴിലാളികളും. ചാനലുകാരുടെ ക്യാമറ കണ്ണുകൾ തുറന്നു കഴിഞ്ഞിരുന്നു. അസഹ്യമായ ദുർഗന്ധം കാരണം അവർ കർച്ചീഫെടുത്ത് മൂക്കുപൊത്തി. ചോര മരവിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ ഗുഹയുടെ ഭിത്തിയിൽ ഒരാളെ തറച്ചു നിർത്തിയിരിക്കുന്നു. ഒറ്റനോട്ടത്തിൽ തൂങ്ങി നിൽക്കുകയാണെന്നേ തോന്നൂ. കൈകാലുകൾ വാഴപ്പിണ്ടി പോലെ തൂങ്ങിക്കിടക്കുന്നു. ശിരസ് ഒരു വശത്തേക്ക് ഒടിഞ്ഞതുപോലെ. എന്നാൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർ കണ്ടു. തൊണ്ടക്കുഴിയിലൂടെ പാറയുടെ വിള്ളലിലേക്ക് ഒരു കമ്പിപ്പാര അടിച്ചിറക്കിയിരിക്കുന്നു. അയാളുടെ ശരീരം പഴുത്ത് വീർത്തിരിക്കുന്നു. ഹോ! പഴനിവേൽ മുഖം തിരിച്ചു. ഇത് തങ്കത്തുരയല്ലേ? ഒരു ചോദ്യം കേട്ട് മറ്റുള്ളവർ സൂക്ഷിച്ചു നോക്കി. അതെ, തങ്ങളുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന തങ്കത്തുരൈ തന്നെ. തമിഴ്നാട്ടിലെ വേദാരണ്യമാണ് അയാളുടെ ജന്മസ്ഥലം. ഒന്നുറപ്പാ ധനരാജെ. ഇമ്പദോസിൻ്റെ കടിച്ചുപിടിച്ച പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ പുറത്തുചാടി. ഇതിനുള്ളിൽ നടന്നത് നമ്മളാരും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാ. ഭൂമി കുലുങ്ങിയതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ആളുകൾ മടങ്ങി വരാതിരുന്നത്. അവരെ ചതിച്ചതാ. അതുകൊണ്ട് തന്നെയാ നമ്മളാരും ഇതിനുള്ളിലേക്ക് ഇറങ്ങാൻ അവർ സമ്മതിക്കാത്തതും. നടുക്കുന്ന അനുഭവത്തിൽ ചാനൽ പ്രവർത്തകർ പോലും മരവിച്ചു പോയി. ഏത് നിമിഷവും മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ തൊഴിലാളിയും ഇവിടെ പണിയെടുത്തിരുന്നത്. ഒടുവിൽ അവർക്ക് പുറത്തേക്ക് പോകുമ്പോൾ തൊഴിലാളികളെ കർശന പരിശോധനകൾക്ക് വിധേയരാക്കിയിരുന്നവർക്ക് തന്നെയായിരുന്നു എല്ലാം കവർന്നെടുക്കാനുള്ള ആർത്തി. ഒടുവിൽ പാവപ്പെട്ട തൊഴിലാളിയെ ക്രൂരമായി കൊന്നിരിക്കുന്നു. നമ്മൾ എന്തു ചെയ്യണം? പഴനിവേൽ മറ്റുള്ളവരെ നോക്കി. തങ്കത്തുരയുടെ ശവം ഇവിടെ തന്നെ ഇങ്ങനെ നിർത്തണോ അതോ കൊണ്ടുപോകണോ? ധനരാജ് എന്തോ മറുപടി പറയാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് ചാനൽ റിപ്പോർട്ടർ അറിയിച്ചു. കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യനെ പോലീസ് സാന്നിധ്യത്തിലല്ലാതെ നിങ്ങൾ പുറത്തെടുത്താൽ അതിൻ്റെ പിന്നാലെ കേസും കോടതിയുമായി ഒരുപാട് ഓടേണ്ടി വരും. ഈ വാർത്ത നമ്മൾ പുറം ലോകത്തെത്തിക്കുന്നതോടെ കളി മാറും. നോക്കിക്കോ. അയാൾ ഒന്ന് നിർത്തി. കർച്ചീഫ് ഒന്നുകൂടി മുഖത്തമർത്തിക്കൊണ്ട് ബാക്കി പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ആരെങ്കിലും ജീവനോടെ അവശേഷിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഉണ്ടെങ്കിൽ കോളാർ ഖനിയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അതാണ് നല്ലതെന്ന് മറ്റുള്ളവർക്കും തോന്നി. ഇമ്പദോസ് വാച്ച് നോക്കി. ഇനി 1 മണിക്കൂർ കൂടി അവശേഷിക്കുന്നുണ്ട്. കൃത്യം 11:10 4 പാടും തിരിഞ്ഞു പോയിരിക്കുന്നവർ 1-ാം സ്റ്റേജിൻ്റെ പ്ലാറ്റ്ഫോമിലെത്തണം. അങ്ങനെയാണ് മണിക്കുട്ടൻ തന്ന പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. ശേഷം അടുത്ത സ്റ്റേജിലേക്ക്. അവർ തിരച്ചിൽ തുടർന്നു. വീണ്ടും ശവങ്ങൾ കിട്ടി. കൊല ചെയ്യപ്പെട്ടവരും അല്ലാത്തവരും. ചില ഭാഗങ്ങളിൽ മുന്നോട്ട് പോകാനായില്ല. മണ്ണും പാറയും ഇടിഞ്ഞു വീണ് കിടക്കുകയാണ്. ചിലയിടങ്ങളിൽ അരയോളം വെള്ളം ഉയർന്നിരുന്നു. കൃത്യം 11:10 അവർ പ്ലാറ്റ്ഫോമിൽ തിരികെ എത്തി. സ്വർണ്ണക്കട പോലെ തോന്നിക്കുന്ന ആ ഭാഗം മുഴുവൻ ചാനലുകാർ ക്യാമറയിൽ പകർത്തി. ഓരോ തുരങ്കത്തിലൂടെയും പോയവർ മടങ്ങിയെത്തിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ചീഞ്ഞളിഞ്ഞ ശവങ്ങളുടെ കഥകൾ തന്നെ. ആർക്കും ജീവനോടെ ഒരാളെപ്പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 5 ഖനികളിലെയും അവസ്ഥ ഏതാണ്ട് ഒരുപോലെ തന്നെയായിരുന്നു. ഗോൾഡ് മൈൻ എംപ്ലോയീസ് യുണൈറ്റഡ് യൂണിയൻ്റെ പ്രസിഡന്റ് അമാവാസയും കണ്ണഫിരാമൻ എന്ന തൊഴിലാളിയും മറ്റും അടങ്ങുന്ന സംഘം മൂടിയില്ലാത്ത ജീപ്പിൽ മുന്നോട്ട് പായുകയായിരുന്നു. കണ്ണഫിരാമനാണ് ജീപ്പ് ഓടിക്കുന്നത്. അവർക്കൊപ്പവും ചാനലുകാരുണ്ട്. ഒരു ടണൽ പിന്നിട്ടതും ഇത്തിരി വിശാലമായ ഭാഗമായി. ജീപ്പിൻ്റെ വെളിച്ചമടിച്ച് പാറകൾ വെട്ടിത്തിളങ്ങി.
മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ ഇതിൽ കുറച്ച് ഞാൻ അടർത്തിക്കൊണ്ടു പോയേനെ. അങ്ങനെയെങ്കിലും കുറെ കടം വീട്ടിയേനെ. തൊഴിലാളികളിൽ ആരോ പിറുപിറുക്കുന്നത് അമാവാസ കേട്ടു. അയാൾ മിണ്ടിയില്ല. പെട്ടെന്ന്, അത് കണ്ടോ? ചാനൽ റിപ്പോർട്ടർ കൈ ചൂണ്ടി. അപ്പോഴേക്കും മറ്റുള്ളവരും അത് കണ്ടു കഴിഞ്ഞിരുന്നു. വെളിച്ചം കണ്ട് ഒരാൾ ഓടുന്നു. ഇത്രയും നേരത്തെ അന്വേഷണത്തിനിടയിൽ ജീവനോടെ ഒരാൾ മുന്നിൽ. അവരുടെ തണുത്തുപോയ ഞരമ്പുകളിൽ ചോരയോട്ടത്തിന് വേഗതയേറി. ഓടണ്ടടാ, ഞങ്ങൾ രക്ഷിക്കാൻ വന്നവരാ, കണ്ണഫിരാമൻ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. ആ ശബ്ദം ഭയങ്കരമായി ഗുഹയിൽ മുഴങ്ങി. പക്ഷേ ഓടുന്ന മനുഷ്യൻ നിന്നില്ല. കണ്ണഫിരാമൻ ജീപ്പിൻ്റെ ആക്സിലേറ്റർ അല്പം കൂടി അമർത്തി. സ്വർണ്ണഗുഹയിലൂടെ അത് പാഞ്ഞു. ഓടുന്ന മനുഷ്യൻ പിന്തിരിഞ്ഞു പോലും നോക്കിയില്ല. ആ ഓട്ടത്തിൽ അവർക്ക് പന്തികേട് തോന്നി. ഖനിക്കുള്ളിലെ പ്രവർത്തനങ്ങൾ നിർത്തിയിട്ട് ഇത് 3-ാം ദിവസമാണ്. ഇത്രയും ദിവസം ഒരാൾ ഇവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞെന്ന് വിശ്വസിക്കാൻ അവർക്കായില്ല. അതിനർത്ഥം ഒന്നേയുള്ളൂ, കഴിഞ്ഞ കുറേ മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഇവിടെ പ്രവർത്തനമുണ്ടായിരുന്നു. എയർ കണ്ടീഷൻ പ്രവർത്തിപ്പിച്ച് കൊടുത്തിരുന്നു. ആര്? കണ്ണഫിരാമ, അവനെ വിടരുത്, ഇമ്പദോസ് കൽപ്പിച്ചു. ജീപ്പിന് വീണ്ടും വേഗതയേറി. താഴ്ന്ന റെയിലുള്ള ഒരു ഗുഹയായിരുന്നു അത്. ജീപ്പും ട്രോളിയും ഓടിക്കാൻ വേണ്ടി സജ്ജീകരിച്ചിരുന്നത്. 2 വെള്ളി വരകൾ പോലെ നീണ്ടുപോകുന്ന പാളങ്ങൾ കണ്ടപ്പോൾ അവർ ഒരു കാര്യം കൂടി ഉറപ്പിച്ചു. കുറച്ചു മുൻപ് വരെ ഈ വഴി ട്രോളിയും സഞ്ചരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈർപ്പവും തണുപ്പും കാരണം ഇതിൽ തുരുമ്പും പൊടിയും ഉണ്ടാവേണ്ടതായിരുന്നു. ഒരു തൊഴിലാളി പറഞ്ഞു. മറ്റുള്ളവർ തലയാട്ടി. ഓടുന്ന മനുഷ്യനും ജീപ്പും തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു. പെട്ടെന്ന് ആ മനുഷ്യൻ പൊട്ടിച്ചു മാറ്റിയ ഒരു പാറയുടെ വിള്ളലിലേക്ക് കയറി. അയാളെ ജീപ്പിൻ്റെ വെളിച്ചത്തിൽ കാണത്തക്ക വിധത്തിൽ കണ്ണഫിരാമൻ ബ്രേക്കിട്ടു. അമാവാസെ തറയിലേക്ക് പറന്നിറങ്ങി. ഒരാൾക്ക് കഷ്ടിച്ച് കയറി നിൽക്കാൻ കഴിയുന്ന വിള്ളലായിരുന്നു അത്. ഓടിക്കയറിയ മനുഷ്യൻ അവിടെ പറ്റിപ്പിടിച്ചതുപോലെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അമാവാസെ പിന്നിൽ നിന്ന് അയാളുടെ മുഷിഞ്ഞ ഷർട്ടിൻ്റെ കോളറിൽ പിടിമുറുക്കി. നിൽക്കാൻ പറഞ്ഞിട്ട് എന്തിനാടാ ഓടിയത്? എന്നെ കൊല്ലരുത്, ഞാൻ ആരോടും ഒന്നും പറയില്ല, അയാൾ വിലപിച്ചു. അപ്പോൾ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം. അമാവാസയുടെ തലച്ചോറിൽ ഒരു മിന്നലുണ്ടായി. അയാൾ ആ മനുഷ്യനെ വലിച്ചിറക്കി വെളിച്ചത്തിലേക്ക് മുഖം തിരിച്ചു. ശരവണ, നീ. 4-5 തൊഴിലാളികളുടെ കണ്ടത്തിൽ നിന്ന് ഒരേ നേരത്ത് ശബ്ദമുയർന്നു. ശരവണനും കിടുങ്ങിപ്പോയി. തന്നെ കൊല്ലാൻ വന്നവരല്ല. അമാവാസെ, കണ്ണഫി, എന്നെ രക്ഷിക്കടാ. അറിയാതെ അയാളുടെ വായിൽ നിന്ന് വാക്കുകൾ പുറത്തു ചാടി. രക്ഷിക്കാനാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അമാവാസെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷേ അത് വേണമോ എന്ന് ഞങ്ങൾ തീരുമാനിക്കണമെങ്കിൽ നീ ചിലത് പറയേണ്ടി വരും. ശരവണൻ്റെ മുഖമൊന്നു വിളറി. എന്തു പറയണമെന്ന്? 3 ദിവസം നീ ഇവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. മാത്രമല്ല, മറ്റു തൊഴിലാളികളെപ്പോലെ ആയിരുന്നില്ലല്ലോ നീ. മാനേജ്മെൻറ്റിൻ്റെ ആൾ, മറ്റുള്ളവരെ ശത്രുപക്ഷത്ത് കണ്ടിരുന്നവൻ. കണ്ണഫിരാമൻ പരിഹസിച്ചു. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വിശ്വസിക്കില്ല. അമാവാസെ ശരവണനെ തനിക്ക് അഭിമുഖമായി നിർത്തി. പറയടാ, 3 ദിവസം ഭക്ഷണമില്ലാതെ കഴിഞ്ഞിട്ടും അതിൻ്റെ യാതൊരു ക്ഷീണവും നിനക്കില്ല. മാത്രമല്ല, നീ മദ്യപിച്ചിട്ടുമുണ്ട്. എവിടുന്ന് കിട്ടിയത്? അത് പിന്നെ, ശരവണൻ പരിങ്ങി. എല്ലാവരും പുറത്തേക്ക് രക്ഷപ്പെട്ടപ്പോൾ പ്ലാറ്റ്ഫോമിലെ ക്യാൻറ്റീനിലുണ്ടായിരുന്ന ഭക്ഷണം ഞാൻ എടുത്തു കഴിച്ചു. അമാവാസയുടെ കണ്ണുകൾ കുറുകി. മദ്യമോ? അതും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കണ്ണഫിരാമൻ തലയിളക്കി. യുക്തിക്ക് നിരക്കുന്ന കാര്യം തന്നെ. പക്ഷേ ഇനിയുമുണ്ട് ശരവണ, ഒത്തിരി സംശയങ്ങൾ. അയാൾ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് തുടർന്നു. എത്രയോ തവണ പിന്നീട് കേജ് താഴേക്കും മുകളിലേക്കും പോയിരിക്കുന്നു. അതിലൊന്നും നീ എന്തുകൊണ്ട് കയറിയില്ല? ശരവണന് ഉത്തരം മുട്ടി. എങ്കിലും പറഞ്ഞൊപ്പിച്ചു. ഞാൻ ഈ മൈനിൻ്റെ അങ്ങേയറ്റത്തായിരുന്നു. അമാവാസെ കൈവിരലുകൾ കോർത്തൊന്നും മടക്കി. അത് സമ്മതിച്ചു. എന്നാൽ നീ അവിടെ ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ. മറ്റുള്ളവരൊക്കെ ട്രോളിയിലോ ജീപ്പിലോ കാൽനടയായോ മടങ്ങിപ്പോയില്ലേ? നീ എന്താ അവർക്കൊപ്പം പോരാഞ്ഞത്? ശരവണൻ കുഴങ്ങി. അവരെല്ലാം മരിച്ചെന്ന് നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. ഒരു തൊഴിലാളിയുടെ മുന്നറിയിപ്പ്. ശരവണന് ദേഷ്യം വന്നു. നീ പോടാ. ശരവണൻ അയാൾക്ക് നേരെ കണ്ണുരുട്ടി. ഇങ്ങനെ എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരാ? പോലീസോ? അമാവാസെ കൈവലിച്ചതും ഒറ്റയടി. പോലീസ് ചോദിച്ചാലേ നീ പറയത്തുള്ളോടാ. കവിൾ പൊത്തിക്കൊണ്ട് ശരവണൻ പാറയിലേക്ക് ചാരി. മര്യാദയ്ക്ക് സത്യം പറയടാ. കണ്ണഫിരാമൻ അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പാറയിലേക്ക് അമർത്തി. ശരവണൻ്റെ കണ്ണു തള്ളി. ഞാൻ പറയാം. അയാൾ ആംഗ്യം കാട്ടി. കണ്ണഫിരാമൻ പിടിയയച്ചു. ഞാൻ മറ്റാരുടെയും കൂടെ പോരാഞ്ഞത് സ്വർണ്ണപ്പാറയുടെ കുറേ കഷ്ണങ്ങൾ എടുക്കാമെന്ന് കരുതിയ. അയാൾ കഴുത്തു തടവി. മറ്റുള്ളവർ മുഖാമുഖം നോക്കി. ശരവണൻ കള്ളം പറയുകയാണെന്ന് അവർക്ക് ബോധ്യമായി. എങ്ങനെ നീ അത് പുറത്തു കടത്തുമായിരുന്നു? പുറത്തിറങ്ങുമ്പോൾ പിടിക്കപ്പെടില്ലേ? മാത്രവുമല്ല, ഉടുവസ്ത്രമല്ലാതെ നിന്റെ പക്കൽ ഒന്നുമില്ലതാനും.
അമാവാസ്യ തർക്കിച്ചു. അത് ചോറ് കൊണ്ടുവന്ന സഞ്ചിയിൽ. എന്നിട്ടതവിടെ? ശരവണന് ഉത്തരമില്ല. നോക്ക്. അമാവാസ്യയുടെ മുഖം മാറി. ശബ്ദമുറച്ചു. ഇതിനുള്ളിൽ നിന്ന് ജീവനോടെ പുറത്തു വരാത്തവർക്കൊപ്പം നിന്നെയും ഞാൻ അങ്ങേ ലോകത്തേക്ക് അയക്കാൻ പോവുകയാ. അയാൾ എളിയിൽ നിന്ന് ഒരു കഠാര വലിച്ചെടുത്തു. ഞങ്ങൾ ഇത്രയും പേർ മാത്രമേ നിന്നെക്കുറിച്ച് അറിയൂ. ശരവണൻ്റെ മുഖത്ത് ഭീതി തിങ്ങി. അത് ശ്രദ്ധിക്കാതെ അമാവാസ്യ തുടർന്നു. ഞങ്ങളെ കണ്ടപ്പോൾ നീ ഓടി. പിടിക്കപ്പെട്ടപ്പോൾ കൊല്ലരുതേ, ആരോടും ഒന്നും പറയത്തില്ലെന്ന് വിലപിച്ചു. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഉത്തരമൊന്നേയുള്ളൂ ശരവണ. തൊഴിലാളികൾ ജീവനോടെ പുറത്തു വരാത്തതിന് പിന്നിൽ ഒരു ചതിയുണ്ട്. അതെന്താണെന്ന് നിനക്കറിയാം. അത് ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ. അയാൾ കഠാര ശരവണൻ്റെ കഴുത്തിൽ കുറുകെ വെച്ചു. ഒറ്റ വലി മതി. നിന്റെ കുരവള്ളി പിള്ളരും വലിക്കട്ടെ. കഴുത്തിൽ നീറ്റൽ അനുഭവപ്പെട്ടു ശരവണന്. അമാവാസ്യയുടെ സ്വഭാവം അയാൾക്ക് നന്നായി അറിയാം. പറയുന്നതുപോലെ ചെയ്യും. ഞാൻ സത്യം പറയാം. അയാളുടെ വരണ്ട തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വന്നു. അമാവാസ്യ കഠാര മാറ്റി. തളർച്ചയോടെ താഴേക്കിരുന്ന് ശരവണൻ ഭിത്തിയിലേക്ക് ചാരി. ചാനൽ ക്യാമറ അയാളുടെ മുഖത്തേക്ക് ലക്ഷ്യം വെച്ചു. ശരവണൻ ഭീതിയോടെ എല്ലാം പറഞ്ഞു. ഖനിപ്രവർത്തനം നിർത്തുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഭൂമികുലുക്കമുണ്ടായത്. രക്ഷപ്പെടാനുള്ള ഓരോരുത്തരുടെയും വ്യഗ്രത. ചിലർ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് ഓടിയത്. നേരത്തെ നിർദ്ദേശം കിട്ടിയതനുസരിച്ച് താനും മാണിക്യവും ആരുടെയും കണ്ണിൽപ്പെടാതെ മാറി നിന്നത്. കലിംഗറാവുവിൻ്റെ ആളുകൾ എത്തിയതും ഡേഞ്ചർ എന്നെഴുതിയിരുന്ന പാറകൾ പൊട്ടിക്കാൻ തുടങ്ങിയതും അവസാനം ലാസറിനെ സമാധിയാക്കിയത് എല്ലാം. ശ്വാസം വിടാൻ പോലും മറന്നു നിൽക്കുകയായിരുന്നു തൊഴിലാളികൾ. അടുത്ത നിമിഷം അവർ കൂട്ടമായി ശരവണനെ ആക്രമിച്ചു. നന്ദിയില്ലാത്ത നായെ, കൂടെയുള്ളവരെ പോലും കൊല്ലാൻ നീ കൂട്ടുനിന്നു അല്ലേ? അവർ അയാളുടെ തല പിടിച്ച് പാറയിലിടിച്ചു. ചവിട്ടി. അമാവാസ്യയും കണ്ണഫെ രാമനും ചേർന്ന് വല്ല വിധേനയും അവരെ പിടിച്ചു മാറ്റി. മാറി നിൽക്ക്. ഇവനിൽ നിന്ന് ഇനിയും അറിയാനുണ്ട് കാര്യങ്ങൾ. ശരവണൻ്റെ തലയും മുഖവും ഒക്കെ പൊട്ടി ചോരയൊഴുകി. കണ്ണഫിരാമൻ അയാളെ വലിച്ചു പൊക്കി പാറയിൽ ചാരി നിർത്തി. പറ ശരവണ, എല്ലാം കൊണ്ടുപോയിട്ടും നീ മാത്രം ഇവിടെ അവശേഷിച്ചതെങ്ങനെ? ശരവണൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു തൂവി. എല്ലാം കഴിഞ്ഞപ്പോൾ അവരെന്നെ ചതിച്ചു. ഇത്രയും നേരം കൂടെ നിന്നതുകൊണ്ട് മാത്രം കൊല്ലുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇതിനുള്ളിൽ കിടന്ന് സ്വയം മരിച്ചോളാൻ. ഭക്ഷണവും മദ്യവും തന്നിട്ട് അവർ പോയി. കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്നവർക്ക് കിട്ടുന്ന സമ്മാനമാടാ ഇത്. പറഞ്ഞതും അമാവാസ്യെ കൈവീശി ശരവണൻ്റെ കവിളടക്കം ഒന്നുകൂടി പൊട്ടിച്ചു. പിന്നെ വലിച്ച് ജീപ്പിലേക്ക് എറിഞ്ഞു. ലാസറിനെ എവിടെയാടാ കൊന്നുവച്ചിരിക്കുന്നത്? അവിടേക്ക് പോകാം. മറ്റുള്ളവരും ജീപ്പിൽ കയറി. ലാസറെ കല്ലുകൊണ്ട് മൂടിയ ഭാഗത്തേക്ക് കണ്ണഫിരാമൻ ജീപ്പ് വിട്ടു. MP-യെയും MLA-യും കണ്ടിട്ട് കലിംഗറാവു ഫാം ഹൗസിൽ തിരിച്ചെത്തി. പരുത്തിത്തോട്ടം കാറ്റിലിളകുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയതും അയാൾ കുരങ്ങ് കൃഷ്ണയ്ക്ക് കൽപ്പന കൊടുത്തു. നമുക്കും ഖനിക്കും ഇടയിലുള്ള മീഡിയേറ്റർ പ്രധാനമായും മുസൂരി കൃഷ്ണമൂർത്തിയാണ്. അയാൾ വഴിയാണല്ലോ നമ്മൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടത്. ഈ നിലയ്ക്ക് മുസൂരി കൃഷ്ണമൂർത്തി ഇല്ലാതായാൽ നമ്മൾ പകുതി രക്ഷപ്പെട്ടു. നമുക്ക് നേരെ ശക്തമായി വിരൽ ചൂണ്ടാൻ ആളുണ്ടാവില്ല. കുരങ്ങ് കൃഷ്ണയ്ക്ക് കാര്യം മനസ്സിലായി. ഫാം ഹൗസിനുള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ കലിംഗറാവു തുടർന്നു. മുസൂരി കൃഷ്ണമൂർത്തി ഇപ്പോൾ ആ കാളിചരണൻ്റെ പിടിയില്ല. അപ്പോൾ അയാൾക്കെന്ത് സംഭവിച്ചാലും ഉത്തരവാദി അവൻ മാത്രമായിരിക്കും. മിഠായി നുണയും പോലെ ഒരു പ്രസന്നത കലിംഗറാവുവിൻ്റെ മുഖത്തുണ്ടായി. കാളി. അവൻ മുസൂരിയെ പിടിച്ചുകൊണ്ടുപോയി പട്ടാളത്തിനും പോലീസിനും മുന്നിൽ പ്രദർശിപ്പിച്ചു. അതും നമുക്ക് ഗുണമാണ്. കലിംഗറാവുവിൻ്റെ സ്വരം കാറ്റിലുലഞ്ഞു. നേരം പുലരുമ്പോൾ കോളർ കേൾക്കേണ്ടത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ മാത്രമായിരിക്കണം. അപ്പോൾ കുരങ്ങ് കൃഷ്ണ 2 ടവേരകളിലായി തൻ്റെ ആളുകളെയും കൂട്ടി വേട്ടയ്ക്കിറങ്ങി. ഈ നേരത്ത് കാളിചരൺ മുസൂരി കൃഷ്ണമൂർത്തിയെയും അണ്ടർഗ്രൗണ്ട് ഏജന്റ് ശിവരാമണ്ണയെയും കൊണ്ട് സൈനൈഡ് ഹില്ലിലെത്തിയിരുന്നു. ഇവർ തങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞ നിലയ്ക്ക് ആരെങ്കിലും പിന്നാലെ വരുമെന്ന് കാളിക്കറിയാം. അതുകൊണ്ടാണ് ഇവിടേക്ക് പോന്നത്. തൊഴിലാളികൾക്ക് എന്തെങ്കിലും എതിർപ്പ് നേരിടേണ്ടി വന്നാൽ ഇവരാണ് തൻ്റെ ആയുധം. എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ തൻ്റെ സെല്ലിൽ വിളിക്കാൻ കനകസഭാവതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിലാവ് ഉണ്ടായിരുന്നില്ല. പക്ഷേ മാനം നിറയെ നക്ഷത്രങ്ങളുള്ളതിനാൽ സൈനൈഡ് ഹില്ലിന് മുകളിൽ അരണ്ട വെളിച്ചം ചിതറിക്കിടന്നിരുന്നു. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കോളാർ നഗരത്തിലെ ലൈറ്റുകൾ മുഴുവൻ കാണാം. ഖനികൾ കാണാം. കേജുകളുടെ മുകൾ പരപ്പും ക്രഷർ യൂണിറ്റും കാണാം. തങ്ങൾ ഭൂമിയുടെ ഏറ്റവും മുകളറ്റത്താണെന്ന് മണിക്കുട്ടന് തോന്നി. അവൻ ആദ്യമായാണ് അവിടെ വരുന്നത്. വിഷത്തിൻ്റെ ഒരു ഗന്ധം അവിടെ തങ്ങി നിന്നിരുന്നു. മുസൂരി കൃഷ്ണമൂർത്തിയെയും ശിവരാമണ്ണയെയും ജീപ്പിലിരുത്തിയിട്ട് കാളിചരണും മണിക്കുട്ടനും ഹില്ലിലിറങ്ങി. സ്വർണം വേർതിരിച്ചെടുത്ത മണ്ണുകൊണ്ട് രൂപമെടുത്ത മലയ്ക്ക് മീതെ മണിക്കുട്ടൻ ഇരിക്കാൻ ഭാവിച്ചു.
അത് കണ്ട് കാളി മുന്നറിയിപ്പ് നൽകി. തറയിൽ കൈ കുത്തിയാൽ അറിയാതെ പോലും നിന്റെ കൈ ചുണ്ടിൽ മുട്ടരുത്. ഈ മണ്ണ് മുഴുവൻ സയനൈഡാ. മണിക്കുട്ടൻ പെട്ടെന്ന് നിവർന്നു നിന്നു. വെറുതെ ചാവാൻ എനിക്ക് മനസ്സില്ല. ചാവുന്നെങ്കിൽ ആണുങ്ങളെപ്പോലെ ആരുടെയെങ്കിലും പിച്ചാത്തിപ്പിടിക്ക് തീരണം. മുസൂരി കൃഷ്ണമൂർത്തി അത് കേട്ട് തല തിരിച്ചു. അമ്പരപ്പിൽ അയാൾ മണിക്കുട്ടനെ നോക്കി. അത് കണ്ട് മണിക്കുട്ടൻ ചിരിച്ചു. സാറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നോ ഈ മണ്ണ്? ചിലപ്പം സാറിന് ഒന്നും പറ്റത്തില്ല. കാരണം ഈ ഖനി മാനേജർ എന്നൊക്കെ പറയുന്നത് വലിയ പദവിയല്ലേ? മുസൂരി കൃഷ്ണമൂർത്തി എന്തോ പിറുപിറുത്തുകൊണ്ട് നോട്ടം മാറ്റി. മണിക്കുട്ടൻ ജീപ്പിനടുത്തേക്ക് ചെന്നു. ഒരു സംശയം സാറേ, നേരത്തെ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നല്ലോ ഖനിയിൽ പണി ചെയ്യാൻ. വൈകിട്ട് അവർ മടങ്ങുമ്പോൾ നഗ്നരാക്കി നിർത്തി പരിശോധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നേരാണോ സാറേ? നോക്ക്, ശിവരാമണ്ണ ഇടയ്ക്ക് കയറി സംസാരിച്ചു. അതും ഇതും പുലുമ്പിക്കൊണ്ട് നിൽക്കാതെ മര്യാദയ്ക്ക് ഞങ്ങളെ അഴിച്ചുവിട്ടു, അല്ലെങ്കിൽ പണി പാളും. മണിക്കുട്ടൻ തലയാട്ടി. നിങ്ങൾ കൊള്ളാമല്ലോ അണ്ടർവെയർ ഏജൻറ്. ഞങ്ങളുടെ വിഷുജാല എല്ലാം പറഞ്ഞു. നിനക്ക് അവളുടെ ഒരു ഉമ്മ വേണമായിരുന്നു അല്ലേടാ? ശിവരാമണ്ണയുടെ മുഖത്തുണ്ടായ വിളർച്ച മങ്ങിയ വെളിച്ചത്തിലും കാളിചരണും മണിക്കുട്ടനും കണ്ടു. മണിക്കുട്ടൻ പെട്ടെന്ന് ജീപ്പിലേക്ക് ചാടിക്കയറി. നിന്റെ കൊതി ഇന്ന് ഞാൻ തീർത്തു തരാം. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കാളിക്ക് പിടികിട്ടിയില്ല. മണിക്കുട്ടൻ ജീപ്പിൽ നിന്നൊരു തുണിയെടുത്തു. ഇങ്ങോട്ട് വരുമ്പം ഞങ്ങളുടെ കൂടെ ഒരു പട്ടിയുണ്ടായിരുന്നു, ചീറ്റ. അവനെ തുടയ്ക്കുന്ന തുണിയാ ഇത്. അവൻ്റെ അന്തസ്സിന് ഇതല്പം കൂടുതലാ ഏജൻറെ. മിന്നൽ വേഗത്തിൽ അവൻ ആ തുണി ശിവരാമണ്ണയുടെ കവിളുകളിലും ചുണ്ടത്തും ഒക്കെ അമർത്തി. ദേ, ഇഷ്ടം പോലെ ഉമ്മ വെച്ചോ. ചീ, അയാൾ മുഖം തിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ മണിക്കുട്ടൻ വിട്ടില്ല. മണി, കാളി വിളിച്ചു. മതി, നിർത്തി. മണിക്കുട്ടൻ തുണി മാറ്റി. പിന്നല്ലാതെ ഇവനെപ്പോലുള്ള ഞരമ്പ് രോഗികൾക്ക് ഇടയ്ക്കിടെ ഇങ്ങനത്തെ മരുന്ന് കൊടുക്കുന്നത് നല്ലതാ. കാളിച്ചരൺ, പെട്ടെന്ന് മുസൂരി കൃഷ്ണമൂർത്തി വിളിച്ചു. നിനക്ക് മരിക്കാൻ കൊതിയില്ലെങ്കിൽ ഞങ്ങളെ അഴിച്ചുവിട്ടോ. പകരം ഒരായുസ് മുഴുവൻ സുഖമായി ജീവിക്കാനുള്ളത് ഞാൻ തരും. ഇത് നിനക്ക് ഞാൻ അവസാനമായി തരുന്ന ഓഫറാ. എടോ മാനേജരെ, കാളി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. കാശിനു മുൻപിൽ കമിഴ്ന്നു വീഴുന്നവരെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ പിൻബലമാ തനിക്ക്. അല്ലാത്തവരുമുണ്ടെന്ന് ഇപ്പോൾ അറിഞ്ഞോ? പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ അതും അഭിമാനമായി ഞാൻ കരുതും. അതാണ് കാളി, കേട്ടോടാ. വികാരവിക്ഷോഭത്താൽ കാളി കിതച്ചു. ആ നിമിഷം താഴ്വാരത്ത് വാഹനങ്ങളുടെ ശബ്ദം കേട്ടു. അവൻ കുന്നിൻ്റെ ഓരത്തേക്ക് നീങ്ങി നിന്ന് താഴേക്ക് നോക്കി. അവിടെ സ്വർണം വേർതിരിക്കാനായി സൈനൈഡൈസേഷൻ നടത്തുന്ന കൂറ്റൻ ഡ്രമ്മിന് താഴെ കൂടി വളഞ്ഞു തിരിഞ്ഞ് കുന്നിനെ ലക്ഷ്യം വെച്ചു വരുന്ന 4 തീക്കണ്ണുകൾ. മണിക്കുട്ട! ആ വിളിയിൽ തന്നെ മണിക്കുട്ടന് അപകടം മണത്തു. കാളിച്ചരൺ കാറ്റിൻ്റെ വേഗത്തിൽ ജീപ്പിലെത്തി. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് സൈനൈഡ് ഹില്ലിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് വിളുമ്പിനോട് ചേർത്ത് നിർത്തി. അങ്ങ് താഴെ കോളാർ കുപ്പം റോഡ്. അതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് സോപ്പ് പെട്ടിയുടെ വലിപ്പം മാത്രം തോന്നിച്ചു. അധ്യായം 29. താഴെ കോളാർ കുപ്പം റോഡിലേക്ക് എത്തിനോക്കിയ മുസൂരി കൃഷ്ണമൂർത്തിയുടെയും ശിവരാമണ്ണയുടെയും ഉള്ളിൽ തീവാൾ കൊണ്ട് വെട്ടേറ്റ ഒരനുഭവമുണ്ടായി. ജീപ്പിൻ്റെ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് കാളിചരൺ ചാടിയിറങ്ങി. ഏയ്, മുസൂരി കൃഷ്ണമൂർത്തി അലറിക്കരഞ്ഞു. ഇവിടുത്തെ മണ്ണിനെക്കുറിച്ച് നിനക്കറിയില്ല. ഒട്ടും പശപ്പില്ലാത്തതാ. വെറും പൊടിക്കു തുല്യം. 1 ഇഞ്ച് ഭാഗം അടർന്നു പോയാൽ അത് ആറ്റുചരൽ പോലെ വീണുകൊണ്ടിരിക്കും. കാളി ഒന്ന് പുഞ്ചിരിച്ചു. എടോ മാനേജരെ, ഓരോരുത്തരുടെയും തലയോട്ടിയിൽ ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത വിധം ദൈവം തമ്പുരാൻ കോറിയിട്ടിട്ടുണ്ട് എങ്ങനെ മരിക്കണമെന്ന്. തൻ്റെ വിധി ഇങ്ങനെയാണെങ്കിൽ അത് അനുഭവിക്കാതെ പറ്റില്ലല്ലോ. മണിക്കുട്ടനും കാളിചരണിൻ്റെ അരികിൽ ഓടിയെത്തി. അടുത്ത നിമിഷം ഒരു വാഹനത്തിൻ്റെ മുഖം കുന്നിൻ മുകളിലേക്ക് ചാടി ഉയർന്നു വന്നു. തൊട്ടു പിന്നാലെ രണ്ടാമത്തേതും. അവ കുന്നിൻ മുകളിലൂടെ ഒന്ന് വട്ടം കറങ്ങി ഓടി. പൊടിപടലങ്ങൾ ഇളകി. അവയുടെ വെളിച്ചം 1/2 കിലോമീറ്ററോളം വ്യാസമുള്ള കുന്നിൻ മുകളിൽ വീശിത്തിരിഞ്ഞു. അവർ തങ്ങളുടെ ഇരയുടെ സ്ഥാനം തേടുകയാണെന്ന് കാളിക്കും മണിക്കുട്ടനും മനസ്സിലായി. അവസാനം തുളഞ്ഞിറങ്ങുന്ന വെളിച്ചം 540-ൽ തറഞ്ഞു. ഞൊടിയിടയിൽ 2 വാഹനങ്ങളും അതിന് നേരെ പാഞ്ഞെത്തി. അവയ്ക്ക് പിന്നിൽ പുക പോലെ പൊടി ഉയരുന്നത് മങ്ങിയ രൂപത്തിൽ കാളി കണ്ടു. രക്ഷിക്കണേ! പെട്ടെന്ന് ശിവരാമണ്ണ ഉറക്കെ വിലപിച്ചു. ആ ശബ്ദം കുന്നിൻ മുകളിൽ വീശിയ കാറ്റിൽ കലർന്നു. കാളിചരണും മണിക്കുട്ടനും ജീപ്പിനോട് ചേർന്ന് നിന്നു. 540-ക്ക് 10 അടി അകലെ 2 ടവേരകളും ബ്രേക്കിട്ടു. അവയുടെ ഹെഡ്ലൈറ്റുകൾ അണഞ്ഞില്ല. വെളിച്ചത്തിലേക്ക് കരുതലോടെ കുരുങ്ങ് കൃഷ്ണയും സംഘവും വന്നു. മുസൂരി കൃഷ്ണമൂർത്തിയും ശിവരാമണ്ണയും അവരെ തിരിച്ചറിഞ്ഞു. കുരങ്ങേ, ഞങ്ങളെ രക്ഷിക്കട, അല്ലെങ്കിൽ ഇവന്മാർ കൊല്ലും. മുസൂരിക്ക് അല്പം ധൈര്യമായി. അവന്മാരെവിടെ? കുരങ്ങ് കൃഷ്ണ ചുറ്റും നോക്കി. ഇവിടുണ്ടേ.
ജീപ്പിൻ്റെ മറവിൽ നിന്ന് കാളിച്ചരനും മണിക്കുട്ടനും വെളിച്ചത്തിലേക്ക് അടിവെച്ചു. അതിനിടെ കാളി എതിരാളികളുടെ കണക്കെടുത്തു. 12 പേർ. ഇക്കൂട്ടത്തിൽ കുരങ്ങാരാ? കണ്ടിട്ട് മനുഷ്യരെപ്പോലെ ഉണ്ടല്ലോ. മണിക്കുട്ടൻ വിളിച്ചു ചോദിച്ചു. എടാ, കുരങ്ങ് കൃഷ്ണ വാക്കുകൾ കടിച്ചു പൊട്ടിച്ചു. നാവ് പിളരും പോലെ അക്ഷരങ്ങൾ വീണു ചിതറി. ഞാനാ കുരങ്ങ്. എന്നെ നേരിൽ കണ്ട നീ മരിക്കാൻ സമയമായെന്ന അർത്ഥം. അയാൾ പെട്ടെന്ന് ഒരു പിസ്റ്റൾ എടുത്ത് ചൂണ്ടി. കുരങ്ങേ, അവരെ കൊല്ല്. ശിവരാമണ്ണ അട്ടഹസിച്ചു. കൊല്ലാൻ പോവുകയാ. കുരങ്ങ് പല്ലിളിച്ചു. അവരെ മാത്രമല്ല, നിങ്ങളെയും. എടാ, മുസൂരി കൃഷ്ണമൂർത്തിക്ക് ദേഷ്യം വന്നു. നിനക്കെന്താ, ഭ്രാന്താണോ? അതെ, ഭ്രാന്ത് തന്നെ. അയാൾ കുരങ്ങ് മാന്തും പോലെ ഒരാംഗ്യം കാട്ടി. കുരങ്ങിന് ഭ്രാന്ത് വന്നാൽ എങ്ങനെയിരിക്കും എന്നറിയാമോ സാറന്മാർക്ക്? മുന്നിൽ കാണുന്നവരെയൊക്കെ മാന്തിപ്പൊളിക്കും, കടിച്ചു കീറും, എല്ലാം തകർക്കും. അല്ലാതെ ഭ്രാന്തടങ്ങില്ല. അയാൾ പിസ്റ്റളിൻ്റെ ബാരൽ മുസൂരിയെ ഉന്നം വെച്ചു. എടാ, വേണ്ട. ഞൊടിയിടയിൽ മുസൂരി വേർപ്പിൽ കുളിച്ചു. കുരങ്ങ് അത് ശ്രദ്ധിച്ചില്ല. പകരം പറഞ്ഞു. ചാകുന്നതിന് മുൻപ് ഈ കലിയുടെ ലക്ഷ്യം കൂടി സാറ് അറിഞ്ഞു വെച്ചോ. നിങ്ങളിൽ നിന്ന് ഇനി ഒരക്ഷരം പോലും പുറത്തു വരരുത്. നിങ്ങളുടെ ഉത്തരവാദിത്തം കാളിയോ മറുതയോ എന്തോ ദാ അവൻ ഏറ്റെടുത്തോളും. കാളിച്ചരണിൻ്റെ നെറ്റിയിലെ ഞരമ്പുകൾ ചിലന്തിക്കാലുകൾ പോലെ വലിഞ്ഞു. അതിൽ ചോര തിങ്ങി വീർത്തു. അവരുടെ ഉദ്ദേശം അവന് ബോധ്യമായി. കുരങ്ങ് കൃഷ്ണയുടെ ശബ്ദം കാറ്റുപോലെ അവൻ്റെ കാതിൽ വന്നു വീണു. തൽക്കാലം ഇവന്മാരിൽ ഒരുത്തിനെയെ ഞാൻ കൊല്ലൂ. കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മറ്റവൻ. വ്യക്തമായല്ലോ. അയാളുടെ കൈവിരൽ ട്രിഗറിൽ അമരുന്നത് കാളി കണ്ടു. നോ. അവൻ മുന്നോട്ട് ചാടി. സ്റ്റോപ്പ്. അതിൻ്റെ ഇരട്ടി ശബ്ദത്തിൽ കുരങ്ങ് ഗർജിച്ചു. മുന്നിൽ ഒരു ഗ്ലാസ് ഭിത്തിയിൽ മുട്ടിയതുപോലെ കാളി നിന്നു. കുരങ്ങ് പല്ലമർത്തി. നിന്നെ എനിക്ക് കൊല്ലേണ്ടി വന്നാൽ മറ്റവനെ ജീവിക്കാൻ വിടേണ്ടി വരും. എന്തായാലും ദാ ആ ജീപ്പിലിരുന്നവരും നിങ്ങളിൽ ഒരാളും ബാക്കിയുണ്ടാവില്ല. കാളിയുടെ ഈമകൾ വല്ലാതെ വെട്ടി. കുരങ്ങിനും സംഘത്തിനും പിന്നിലാണ് വെളിച്ചം. അതുകൊണ്ട് അവൻ്റെ മുഖം ശരിക്ക് കാണാനാവുന്നില്ല. എങ്കിലും ശീതരക്തമുള്ള ഒരു കൊലയാളിയാണ് മുന്നിലെന്ന് അവനറിഞ്ഞു. ലക്ഷ്യം മാത്രമുള്ള കൊലയാളി. കാളിച്ചരൺ ഇടം കണ്ണിട്ട് മണിക്കുട്ടനെ നോക്കി. അവൻ ഇതികർത്തവ്യത മൂടനായി ധരിച്ചു നിൽക്കുകയാണ്. അവനെ പിടിക്ക്. കുരങ്ങ് അനുചരന്മാർക്ക് നിർദ്ദേശം നൽകി. അടുത്ത നിമിഷം 4 പേർ പാഞ്ഞു വന്നു. കാളിച്ചരണിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ അവനെ ചുറ്റിപ്പിടിച്ചു പിന്നിലേക്ക് മാറ്റി. കാളി കുതറി. പക്ഷെ അവന് അനങ്ങാനായില്ല. മണിക്കുട്ട, നീ രക്ഷപ്പെട്ടോടാ, കാളി വിളിച്ചു പറഞ്ഞു. ഇല്ല കാളി, മരിക്കേണ്ടി വന്നാലും നിന്നെ വിട്ട് ഞാൻ പോവില്ല. മണിക്കുട്ടൻ കുലുങ്ങിയില്ല. അപ്പോൾ മുസൂരി കൃഷ്ണമൂർത്തി. ശിവരാമണ്ണ, ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ. കുരങ്ങ് കൃഷ്ണ ട്രിഗർ അമർത്താനഞ്ഞു. അങ്ങേ ലോകത്തെത്തുമ്പോൾ കാലിനോട് പറയണം, നരകത്തിലെ കൊള്ളാവുന്ന കുറച്ചു ഭാഗം ഒഴിച്ചിട്ടേക്കാൻ. നിങ്ങൾക്ക് പിന്നാലെ ഞാൻ ഒത്തിരി പേരെ അങ്ങോട്ടയക്കുമെന്ന്. അയാളുടെ മുഖം കല്ലിച്ചു. ഇനി ഡയലോഗില്ല, ആക്ഷൻ മാത്രം. 1, 2, 3. കുരങ്ങ് കൃഷ്ണ ട്രിഗർ അമർത്തി. മുസൂരി കൃഷ്ണമൂർത്തിയും ശിവരാമണ്ണയും കണ്ണുകൾ ഇറുക്കിയടച്ചു. സൈനൈഡ് ഹില്ലിനെ നടുക്കിക്കൊണ്ട് ഒരു വെടിയൊച്ച ഉയർന്നു. പക്ഷേ അതേ സെക്കൻഡിൽ ഇരുളിൽ നിന്നൊരു നിഴൽ പറന്നു വരുന്നത് കാളി കണ്ടു. മിന്നൽ പോലെ. അത് കുരങ്ങ് കൃഷ്ണയുടെ മേലേക്ക്. ബുള്ളറ്റിൻ്റെ ലക്ഷ്യം അണുവിടം മാറി. മുസൂരി കൃഷ്ണമൂർത്തിയുടെ നെഞ്ചിൽ പതിയേണ്ട ബുള്ളറ്റ് 540യുടെ സ്റ്റെപ്പിനിയിൽ ചെന്ന് തറച്ചു. ജീപ്പ് വല്ലാതൊന്നു കുലുങ്ങി. ചൂളം വിളിക്കുന്നത് പോലെ സ്റ്റെപ്പിനിയിൽ നിന്ന് കാറ്റ് ചീറ്റി. റാസ്കൽ. കുരങ്ങ് അലറിക്കൊണ്ട് തിരിഞ്ഞു. അയാളുടെ കയ്യിൽ നിന്ന് പിസ്റ്റൾ തെറിച്ചുപോയി. ഒപ്പം അയാൾ മണ്ണിലേക്ക് വേച്ചു. അവിടെ നിന്ന് കൈകുത്തി എഴുന്നേൽക്കുമ്പോൾ തൊട്ടുമുൻപിൽ നടക്കുന്ന ഒരു കാഴ്ച. വണ്ടിയുടെ വെളിച്ചമടിച്ച് തിളങ്ങുന്ന 2 പച്ചക്കണ്ണുകൾ. പുറത്തേക്ക് ചാടി വിറകൊള്ളുന്ന നാവ്. കോമ്പല്ലുകൾ. ശക്തമായ കിതപ്പ്. ചൂടുവായു കുരങ്ങ് കൃഷ്ണയുടെ മുഖത്തടിച്ചു. ചീറ്റ. കാളിച്ചരൺ ആവേശത്തോടെ വിളിച്ചു. കുരങ്ങ് കൃഷ്ണയുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന പട്ടി പെട്ടെന്ന് തിരിഞ്ഞു. അതൊരു ശബ്ദം പുറപ്പെടുവിച്ചു. പിന്നെ തിരിഞ്ഞു ചാടി മുകളിലേക്ക് പറന്നു വന്നു. കാളിയെ പിടിച്ചിരിക്കുന്നവരിൽ ഒരുത്തൻ്റെ കഴുത്തിന് കടിയേറ്റു. അലറിക്കൊണ്ട് അയാൾ പിടിവിട്ടു. കാളിച്ചരൺ മറ്റുള്ളവരെ കുടഞ്ഞെറിഞ്ഞു. മണിക്കുട്ടനും ആവേശത്തോടെ ശത്രുവ്യൂഹത്തിലേക്ക് ചാടി വീണു. പൊടിപടലങ്ങൾക്കിടയിൽ കനത്ത സംഘട്ടനം. കുരങ്ങ് കൃഷ്ണയും കാളിയും മുഖാമുഖം. ചീറ്റ മുന്നിൽ കണ്ടവരെയൊക്കെ ആക്രമിച്ചു. കാളിച്ചരണിൻ്റെ വാരിയല്ലുകൾക്കിടയിൽ കുരങ്ങ് കൃഷ്ണയുടെ ചവിട്ട് കിട്ടി. പിന്നോട്ട് നിരങ്ങിപ്പോയ അവൻ കാലുകളിൽ ബാലൻസ് പിടിച്ച് തിരിഞ്ഞു. പിന്നെ മുഖത്തിനു നേരെ ചീറി വന്ന ഉരുക്കുമുഷ്ടി തടഞ്ഞുകൊണ്ട് ഒറ്റയിടി. കുരങ്ങിൻ്റെ കഴുത്തിൽ. പഴുത്ത വാഴപ്പിണ്ടിയിൽ ഇടിക്കുന്നതുപോലെ ഒരനുഭവമായിരുന്നു കാളിക്ക്. ശ്വാസം കുടുങ്ങിപ്പോയി കുരങ്ങിന്. അയാളുടെ കണ്ണ് തള്ളി. ആ കഴുത്തിൽ പിടിച്ചുകൊണ്ട് കാളി 4-5 ഇടി കൂടി അയാളുടെ നെഞ്ചിന് മധ്യത്തിൽ. കുരങ്ങ് വായ് പിളർന്നു. അതുവഴി കൊഴുത്ത ചോര നെഞ്ചിലേക്ക് കമിട്ടി. കുരങ്ങ് കൈ ഉയർത്തി. അരുതേ എന്ന് ആംഗ്യം കാണിച്ചു.
കാളിയുടെ കാലിൽ എന്തോ തടഞ്ഞു. പിടിവിടാതെ തന്നെ അവൻ കുനിഞ്ഞ് അതെടുത്തു. കുരങ്ങ് കൃഷ്ണയുടെ പിസ്റ്റൾ. അവൻ അതയാളുടെ പുരുങ്ങങ്ങൾക്ക് മധ്യത്തിൽ കുത്തിയമർത്തി. ഇനി ആരും ചലിക്കരുത്. കാളിചരണിൻ്റെ ഗർജനത്തിൽ കുന്നുവിറച്ചു. മണിക്കുട്ടൻ മുൻപിൽ വന്നവനെ ഒരു വശത്തേക്ക് തള്ളിക്കൊണ്ട് തിരിഞ്ഞു. ചീറ്റ പോലും നിന്നു. ശക്തമായ കിതപ്പിനിടയിൽ കാളി വീണ്ടും ശബ്ദമുയർത്തി. എനിക്ക് വെടിവെക്കാൻ അറിയില്ല. എങ്കിലും ഇതിൽ നിന്നൊരു ബുള്ളറ്റ് പറത്തിയാൽ ഇവൻ്റെ നെറ്റിയിലൂടെ ഒരു തുരങ്കമുണ്ടാക്കി തലയുടെ പിൻഭാഗം വരെ പിളർക്കാനാവും. അത് വേണോടാ നായിൻ്റെ മക്കളെ. സകലരും ശില പോലെയായി. തോക്കും മാറ്റാതെ കാളി കുരങ്ങിൻ്റെ താടി പിടിച്ചുയർത്തി. ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോടാ? ഇല്ല. മീനിൻ്റെ ചെകിള അനങ്ങുന്നത് പോലെ അയാളുടെ തൊണ്ട അനങ്ങി. കാളി തുടർന്നു. എന്നിട്ടും നീ എന്നെ ചൊറിയാൻ വന്നു. അത് കലിംഗറാവുവിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അവൻ കുരങ്ങിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നിന്നെ കൊന്നേക്കട്ടെ. പിസ്റ്റളിൻ്റെ ബാരൽ അല്പം കൂടി അമർന്നു. വേണ്ട, അരുത്. അയാൾ അവനെ തൊഴുതുപോയി. എങ്കിൽ പറയടാ, ഇനി നീ എനിക്കെതിരെ വരുമോ? ഇല്ല. സത്യം? കാളിചരൺ തല കുടഞ്ഞു. ഇല്ലടാ, ഇല്ല. നീ വരും, എനിക്കറിയാം. എങ്കിലും ഒരേ ഒരു ചാൻസ് തരികയാ. പക്ഷേ ഒന്നോർത്തോണം, ഇനി നീ വന്നാൽ നമ്മളിൽ ഒരാളെ ബാക്കി കാണൂ. അത് നീയാവില്ലെന്ന് ഇപ്പോൾ മുതലേ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചേക്കണം. കുരങ്ങ് കൃഷ്ണ അനങ്ങിയില്ല. പരാജിതരായി നിൽക്കുന്ന അയാളുടെ അനുചരപ്പടയെ കാളി നോക്കി. പലരെയും ചീത്ത കടിച്ചു കീറിയിട്ടുണ്ട്. ചോര കിനിയുന്നത് കാണാം. ചീറ്റ, കം ബാക്ക്, അവൻ പറഞ്ഞു. നായി പതുക്കെ നടന്നു വന്നു. എങ്കിലും കലി അടങ്ങാത്തതുപോലെ ഇടയ്ക്കിടെ അവരെ തിരിഞ്ഞു നോക്കി. ചീറ്റയും മണിക്കുട്ടനും കാളിക്ക് പിന്നിൽ നിന്നു. എന്തടാ നോക്കി നിൽക്കുന്നത്? കേരട വണ്ടിയിൽ. കാളി ഒച്ച ഉയർത്തി കൈ ചൂണ്ടി. അനുചരപ്പട 2 ടവേരകളിലും ഓടിക്കയറി. അവ സ്റ്റാർട്ടായി. കാളി കുരങ്ങ് കൃഷ്ണയുടെ പിടിവിട്ടു. അതിനിടെ ഓർമ്മിപ്പിച്ചു. നീയാണെങ്കിൽ മുന്നിൽ കിട്ടിയ ഇരയോട് ഇത്തരമൊരു അനുകമ്പ കാണിക്കില്ലായിരുന്നെന്ന് എനിക്കറിയാം. ഞാനീ ചെയ്തത് എൻ്റെ ബലഹീനതയായി കാണരുത്, ഓർത്തോ? ഒന്നും പറയാതെ കഴുത്തൊടിഞ്ഞതുപോലെ കുരങ്ങ് കൃഷ്ണ ചെന്ന് വണ്ടിയിൽ കയറി. ഹില്ലിന് മുകളിൽ വാഹനങ്ങൾ ഇരുവശത്തേക്കും വട്ടം തിരിഞ്ഞു. പിന്നെ കുന്നിറങ്ങിപ്പോയി. കാളിചരൺ പിസ്റ്റൾ മണിക്കുട്ടന് നീട്ടി. ഇന്നാടാ, വച്ചോ, വെടിവെച്ച് പഠിക്കാം. ഇത്തരം ഒരെണ്ണം വേണമെന്ന് ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയാമോ? അവനത് വാങ്ങി. എന്തിനാ? ചുമ്മാ. മണിക്കുട്ടൻ ചിരിച്ചു. ചീറ്റ സ്നേഹത്തിൻ്റെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. നിന്റെ കാര്യം മറന്നതല്ലടാ. കാളി അവൻ്റെ അരികിൽ കുത്തിയിരുന്നു. നീ വന്നതുകൊണ്ടാ ഞങ്ങൾ രക്ഷപ്പെട്ടത്. അവൻ അതിനെ ചേർത്ത് പിടിച്ച് തലയിൽ ഉമ്മ കൊടുത്തു. പിന്നെ പെട്ടെന്ന് ചുറ്റും നോക്കി. എടി പാമ്പേ, ഒളിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് പാടി, കാളി വിളിച്ചു പറഞ്ഞു. അതിന് പ്രതികരണമുണ്ടായില്ല. പകരം അവൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. അവൻ അതെടുത്തു നോക്കി. വാസുകി. എടി പുല്ലേ, നീ എന്താ ഒളിച്ചു കളിക്കുക? വാടി എൻ്റെ മുൻപിലേക്ക്. നീ പോടാ. അവൾ ചിരിക്കുന്നത് അവൻ കേട്ടു. നിനക്ക് ഒരാവശ്യം വരുമ്പോൾ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നില്ലേ? പക്ഷേ വന്നത് നീയല്ലല്ലോ, ചീറ്റയല്ലേ? അവൻ തർക്കിച്ചു. ഞാൻ വരുന്നതിന് തുല്യമല്ലേടാ അവൻ വരുന്നത്. നീ എവിടാ? അവൻ്റെ കണ്ണുകൾ വട്ടം മുഴിഞ്ഞു. അതൊക്കെ പറയാം. പക്ഷേ ഒന്നോർത്തോ, കോളാറിലെ ജനങ്ങൾക്ക് വേണ്ടി നീ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. എന്നാൽ സ്വന്തം കുടുംബം അക്കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. കാളിചരണിൻ്റെ പുരുകങ്ങൾ ഒന്നു വളഞ്ഞു. വാസുകി, നിന്നെ പരിഭ്രമിപ്പിക്കാൻ പറഞ്ഞതല്ല. പക്ഷെ സൂക്ഷിക്കണം, ഇത് കേരളമല്ല. അവൻ മൂളി. ശരി, നീ ഇങ്ങോട്ട് വാ. സമയമായില്ല മോനെ. കാളിയുടെ മുഖം പാടി. നീ എന്താടി ഉപഗുപ്തൻ വാസുദത്തയോട് പറഞ്ഞതുപോലെ മൊഴിയുന്നത്? അവസാനം ആരെങ്കിലും എൻ്റെ കൈയും കാലും മുറിച്ചിടുമ്പോൾ വരാനാണോ? ഷട്ടപ്പ് റാസ്കൽ. ആ ശബ്ദത്തിൽ ദേഷ്യവും സങ്കടവും അവൻ തിരിച്ചറിഞ്ഞു. സോറിയടി, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അവൾ അത് ശ്രദ്ധിച്ചില്ല. നീ ചീറ്റയുടെ കാതിലേക്ക് ആ ഫോണൊന്നു വെച്ചുകൊടുത്തേ. കാളി അപ്രകാരം ചെയ്തു. ചീറ്റ, കമിൻ. വാസുകി പറയുന്നത് അവൻ കേട്ടു. അടുത്ത നിമിഷം ചീറ്റ ഒറ്റയോട്ടം. ചീറ്റ, നിൽക്ക്, അവൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ പട്ടി കേട്ടില്ല. കാളി ഫോൺ കാതോട് ചേർത്തു. വാസുകി. മറുപടിയില്ല. പകരം ബീപ്പ് ശബ്ദം മാത്രം. അവൾ കോൾ കട്ട് ചെയ്തിരുന്നു. കാളി തിരിച്ചു വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. ഛേ. അവൻ തിരിഞ്ഞ് മണിക്കുട്ടനെ നോക്കി. അവന് എല്ലാം മനസ്സിലായിരുന്നു. വാസുകി അടുത്തെവിടെയോ ഉണ്ടായിരുന്നു എന്നുറപ്പാണ്. പക്ഷെ എന്തുകൊണ്ട് തങ്ങളുടെ മുന്നിലേക്ക് വന്നില്ലെന്ന് മാത്രം അവർക്ക് വ്യക്തമായില്ല. അയ്യോ, രക്ഷിക്കണേ. പെട്ടെന്ന് പിന്നിൽ മുസൂരി കൃഷ്ണമൂർത്തിയുടെയും ശിവരാമണ്ണയുടെയും നിലവിളി. അവർ നടുങ്ങിത്തിരിഞ്ഞു. എന്താടോ പേടിപ്പിക്കുന്നത്? കാളി അവിടേക്ക് ഓടിച്ചെന്നു. ജീപ്പ്, ജീപ്പ്. ശിവരാമണ്ണ, വിക്കി, താനെന്താ പറഞ്ഞു പഠിക്കുകയാണോ? മണിക്കുട്ടന് ദേഷ്യം വന്നു. കണ്ടല്ലോ, കൂടെ നിന്നോന്മാര് കൊല്ലാൻ വന്നത്. ഇനി നിങ്ങൾ കിടന്നലച്ചാൽ ആ കർമ്മം ഞാനങ്ങ് ചെയ്യും. എൻ്റെ കയ്യിൽ പിസ്റ്റളുണ്ട്.
അവൻ പോക്കറ്റിൽ തട്ടിക്കാണിച്ചു. അതല്ല. മുസൂരി കൃഷ്ണമൂർത്തി തിടുക്കപ്പെട്ടു. ജീപ്പ് ഇപ്പം താഴേക്ക് പോകും. ശിരസിൽ മിന്നലേറ്റതുപോലെ കാളി ഒന്നുലഞ്ഞു. പിന്നെ ജീപ്പിൻ്റെ മുന്നിൽ ചെന്ന് നോക്കി. ശരിയാണ്. മുൻവീലുകൾക്കിടയിൽ നിന്ന് മണ്ണ് അടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പഞ്ചസാരച്ചാക്ക് പൊട്ടിയതുപോലെ. വെടിയേറ്റ് സ്റ്റെപ്പിനി ടയർ പൊട്ടിയപ്പോഴുണ്ടായ കുലുക്കമാണ് കാരണമെന്ന് അവന് മനസ്സിലായി. ഉടൻ പ്രവർത്തിക്കണം. പക്ഷേ താൻ ഡ്രൈവർ സീറ്റിൽ കയറിയാൽ മുൻഭാരം കൂടും. ജീപ്പ് താഴെ റോഡിലേക്ക് കുത്തനെ പോകും. മണിക്കുട്ട, കാളീചരൺ വിളിച്ചു പറഞ്ഞു. നീ പിന്നിലെ ഫുഡ് റെസ്റ്റിൽ കയറി നിൽക്ക്. അവരെയും വലിച്ച് മാക്സിമം പിന്നോട്ടിരുത്ത്. ഒരു കുതിപ്പിൽ മണിക്കുട്ടൻ ഫുഡ് റെസ്റ്റിൽ ചവിട്ടിക്കൊണ്ട് പിന്നിലെ കമ്പിയിൽ തൂങ്ങി. ഇങ്ങോട്ട് നീങ്ങിയിരിക്കടാ. മുസൂരിയെയും ശിവരാമണ്ണയെയും അവൻ വലിച്ചു നീക്കി. ആ കുലുക്കത്തിൽ കുറേ മണ്ണുകൂടി താഴേക്ക് പോയി. ജീപ്പ് മുന്നോട്ട് അല്പം കുനിഞ്ഞു. തങ്ങളെ ആക്രമിച്ചിട്ട് കുരങ്ങോ മറ്റോ ഇവരെ രക്ഷിക്കാൻ വന്നാൽ ജീപ്പ് തള്ളിയിടുമെന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് അത് ഇവിടെ കൊണ്ട് നിർത്തിയതെന്ന് കാളി ഓർത്തു. മണിക്കുട്ട, ഓക്കെ അല്ലേ? താഴെ റോഡിലേക്ക് ഒന്നുകൂടി നോക്കി കാളിച്ചരൺ. സോപ്പ് പെട്ടി വലിപ്പത്തിൽ പായുന്ന വാഹനങ്ങളുടെ വെളിച്ചം കാണാം. ഓക്കെയാ, മണിക്കുട്ടൻ പറഞ്ഞു. വണ്ടി കുലുങ്ങാതെ ശ്രദ്ധിച്ച് കാളി ഡ്രൈവിംഗ് സീറ്റിലെത്തി. എങ്കിലും കുറേയധികം മണ്ണുകൂടി ഇടിഞ്ഞുപോയി. കാളി, മണിക്കുട്ടൻ ഭീതിയോടെ വിളിച്ചു. ജീപ്പിൻ്റെ ഗിയർ റിവേഴ്സിൽ കിടക്കുകയാണ്. ക്ലച്ച് അമർത്തിക്കൊണ്ട് അവൻ അത് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത നിമിഷം അവനിരുന്ന ഭാഗത്തെ കുറേയേറെ മണ്ണും കൂടി അടർന്നുപോയി. ജീപ്പ് ആ ഭാഗത്തേക്ക് ചെരിഞ്ഞു. കാളിയുടെ ഉള്ളിൽ ഒരു നടുക്കം അമർന്നു. അയ്യോ! മുസൂരി കൃഷ്ണമൂർത്തിയും ശിവരാമണ്ണയും അലറിക്കരഞ്ഞു. ജീപ്പ് മുന്നോട്ട് നിരങ്ങിത്തുടങ്ങിയെന്ന് മണിക്കുട്ടനും അറിഞ്ഞു. അടുത്ത ഭാഗം നാളെ.